ഇന്ന് എല്ലാവർക്കും ഒരുമിച്ച് ഇന്നിങ്ങനെ ഒന്ന് കൂടി വന്ന് എല്ലാവർക്കും ഒരുമിച്ച് കാണാൻ ഭാഗ്യം തന്ന ദൈവത്തിന്റെ ആദ്യമേ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം ആരംഭിക്കാം. നമുക്കറിയാം, ഇന്ന് നമ്മൾ ഒട്ടനവധി പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ഓരോരുത്തരും ജീവിക്കുന്നത്. കാരണം അത് ആരോഗ്യപരമായും സാമ്പത്തികമായും മാനസികമായിട്ടും ഒക്കെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് ജീവിക്കുന്നത്. അപ്പൊ അതിനെല്ലാം ഒരു പരിഹാരം, അത് ഏറ്റവും കൂടുതലായിട്ട് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ജീവിതശൈലി രോഗങ്ങൾ തന്നെയാണ്. നമുക്ക് സാമ്പത്തികം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ രോഗികളാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് യാതൊരു പ്രയോജനവും അല്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ടുള്ളൊരു സന്തോഷമൊന്നും നമുക്ക് ലഭിക്കില്ല. അപ്പൊ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളെ ആണ് അതിനെയാണ് നമ്മൾ അതിജീവിക്കേണ്ടത്. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പ്രതിവിധി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് സാമ്പത്തികവും മാനസികവുമായിട്ടുള്ള ആ ഒരു സന്തോഷം നമുക്ക് ലഭിക്കാൻ സാധിക്കും. അപ്പൊ അതെങ്ങനെ നമുക്ക് അതിലേക്ക് എത്തപ്പെടാൻ കഴിയും, അല്ലെ അതിന് എന്താണ് ഒരു പ്രതിവിധി? നമ്മൾ ഒട്ടനവധി പ്രതിവിധികൾ നമ്മൾ തേടാറുണ്ട്. പക്ഷേ ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഒന്നിനും നമുക്ക് ലഭിക്കുന്നില്ല. എന്നാൽ ഇന്ന് പുതിയതായിട്ട് ഇതിലേക്ക് കടന്നു വന്നിട്ടുള്ളവർക്ക് വേണ്ടിയാണ് രണ്ടു വാക്ക് മുഖവര ഞാൻ പറഞ്ഞത്. ബാക്കി എല്ലാവരും ലീഡേഴ്സ് ആണ്. എന്നാലും എല്ലാ ദിവസവും നമ്മൾക്ക് വേണ്ടുന്ന ഊർജം പകർന്നു തന്നുകൊണ്ട് നമ്മളൊരു മൊബൈലായാലും അത് വീണ്ടും 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 നമ്മൾ റീചാർജ് ചെയ്യുക, വാഹനമാണെങ്കിലും അതിന് ഇന്ധനം നിറയ്ക്കുക എന്ന് പറയുന്നത് പോലെ നമ്മൾ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള ഇന്ധനം എല്ലാ പ്രഭാതങ്ങളിലും നമുക്ക് സൂമിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് വലിയൊരു പ്രോജക്റ്റ് ആണ്. ഈ പ്രോജക്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് ഞാനൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല. നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്താൽ നമുക്ക് ഇതിലേക്ക് വളർന്നു വരാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അതിനകത്ത് ഒരുപാട് ടെൻഷൻ ഉണ്ട്, റിസ്ക് ഉണ്ട്. പക്ഷെ അത് ലാഭമോ നഷ്ടമോ ആകാം. എന്നാൽ നമ്മൾ ഏത് വിധത്തിലാണ് നമ്മളുടെ ആരോഗ്യവും നമ്മുടെ മാനസികവും നമ്മുടെ സാമ്പത്തികവുമായിട്ടുള്ള വിഷയങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ പറ്റുക? അത് മറ്റൊന്നുമല്ല, ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വെൽനസ് പ്രോഡക്ട്സ് തന്നെയാണ്. നമുക്കറിയാം, അതേക്കുറിച്ച് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മുടെ സാമ്പത്തികമായിട്ടും നമുക്കൊരു മുന്നേറ്റത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മളൊരു സൊല്യൂഷൻ കണ്ടെത്തിയേ മതിയാകുള്ളൂ. അപ്പോ ഞാൻ മുഖവര പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾക്ക് എല്ലാവർക്കും ആ ഒരു അവസരത്തെക്കുറിച്ച് ഒരിക്കൽ കൂടെ കേൾക്കാൻ ഇന്നൊരു അവസരമുണ്ട്. പുതിയതായിട്ട് നിങ്ങൾ കടന്നു വന്നിട്ടുള്ളവരും ഇന്ന് ഈ സൂമിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ പേരിലും ഈ ഒരു പ്രോഗ്രാമിന്റെ പേരിലും ഹൃദയംഗമായി സ്വാഗതം നേർന്നുകൊണ്ട് നമുക്ക് എന്തുകൊണ്ടും അനുയോജ്യനായ, നമ്മളുടെ വഴികാട്ടിയായ, നമ്മുടെ മാർഗദർശിയായ, കേരളത്തിന്റെ ചെയർമാനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രോജക്റ്റിലൂടെ വലിയ വരുമാനത്തിലേക്ക് എത്തിച്ചേർന്ന് നമുക്കെല്ലാം ഒരു മാതൃക കാണിച്ചു തന്നിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ നമ്മളുടെ നേതാവ് അല്ലെങ്കിൽ നമ്മുടെ വഴികാട്ടി ആദരണീയനായ മനോജ് തൃപ്പൂണിത്തുറ സാറാണ്. അദ്ദേഹത്തെ വളരെ ബഹുമാനപൂർവ്വം ഞാൻ ഈ പ്രോഗ്രാം അല്ലെ ഈ പ്രോജക്റ്റ് എന്താണ്, ഈ പ്രോഡക്റ്റ് എന്താണ്, ഇതിലൂടെ നമുക്ക് എങ്ങനെ വിജയിക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടെ അദ്ദേഹത്തെ വളരെ ബഹുമാനപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം മനോജ് സർ. താങ്ക് യു സോ മച്ച് സാർ. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുക. എല്ലാവരും വളരെ പ്രതീക്ഷയോടെയാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ എത്തിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം തുടക്കത്തിൽ തന്നെ ആളുകൾ ഒത്തിരി വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. വന്ന ഓരോരുത്തരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ സുപ്രഭാതങ്ങളിലും നമുക്ക് ആവേശവും ഉന്മേഷവും പ്രതീക്ഷയും പ്രത്യാശയും പകരുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ ഈ 6 AM ക്ലബ്ബ് എന്ന് പറയുന്നത്. നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നാൽ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ ചെയ്യണം എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായ ഒരു അവയർനെസ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ ഈ 6 മണിക്ക് നടക്കുന്ന പ്രോഗ്രാം. കൃത്യമായിട്ട് ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഒരു ദിവസം ആ പ്രോഗ്രാം ഇല്ലെങ്കിൽ വലിയ ഒരു പ്രയാസമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മളെല്ലാം ഒരു കുടുംബക്കാരെ പോലെ അല്ലെ ഒത്തുചേർന്ന് പരസ്പരം കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആരൊക്കെയോ ഉണ്ട്, നമ്മൾ ഒറ്റക്കല്ല, നമ്മൾ അനാഥരല്ല എന്നുള്ളൊരു തോന്നൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ അറിയാതെ ചേക്കേറിയിട്ടുണ്ടെന്നുള്ളൊരു നഗ്ന സത്യമാണ്. 2 വിഭാഗം ആളുകളാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. ഒന്ന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ള ആളുകൾ, അവരുടെ ഹെൽത്ത് സംബന്ധിച്ച്, അതാണ് ഇവിടെ സാറമ്മ മേഡം സൂചിപ്പിച്ച ഹെൽത്ത് ഇഷ്യൂസ്.
എത്രയോ കാലങ്ങളായിട്ട് പരിഹരിക്കപ്പെടാത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരം എന്ന രീതിയിൽ ഇന്ന് തെളിയിക്കപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ബയോട്ടോറിയം പ്രൊഡക്ട്സ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാവരും അത് വാങ്ങി ഉപയോഗിച്ച് നിരവധി റിസൾട്ടുകൾ ഇത് നമ്മുടെ സമൂഹത്തിൽ കിട്ടിയിട്ടുണ്ട്, ഒരു സംശയമില്ല. തുടക്കത്തിൽ പലർക്കും പല രീതിയിലുള്ള പ്രയാസങ്ങളും അല്ലെങ്കിൽ സംശയങ്ങളും ഇത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മാനസിക അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതെല്ലാം മാറി കേരളക്കരെ ആകെ ബയോട്ടോറിയം നെഞ്ചിലേറ്റുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നിരവധി റിസൾട്ടുകൾ ഗ്രാമാന്തരങ്ങളിൽ സാധാരണക്കാർക്കും അതേപോലെ തന്നെ VVIPസിനും സെലിബ്രിറ്റീസിനും ഡോക്ടേഴ്സിനും സമൂഹത്തിന്റെ ഉന്നത പദവിയിലിരിക്കുന്ന ആളുകൾക്കും പോലും ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധാരണക്കാരായ നമ്മൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, എപ്പോഴും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നത് സാധാരണക്കാരാണ്. വലിയ പണമുള്ളവരൊന്നും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാറില്ല. ചിലപ്പോൾ അവർ നിർബന്ധിച്ചാൽ, നമ്മളെ പോലുള്ള സാധാരണക്കാർ പോയി നിർബന്ധിച്ചാൽ ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ ബയോട്ടോറിയത്തെ സംബന്ധിച്ചിടത്തോളം നേരെ മറിച്ച് എല്ലാവരും തന്നെ ഇത് ഏറ്റെടുക്കുകയും ഡോക്ടേഴ്സ് ഉൾപ്പെടെ ഇല്ലേ, ചില ആശുപത്രികൾക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടുന്ന് റിസൾട്ട് പറയാറുണ്ട്, ആ ഡോക്ടർ ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഇന്നത് ഉപയോഗിച്ചോ, ഇത് നല്ലത് തന്നെയാണ്, നിങ്ങൾ ധൈര്യമായിട്ട് ഉപയോഗിച്ചോളൂ എന്ന് ശുപാർശ ചെയ്യുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ കേരളത്തിലെ ബഹുമാനപ്പെട്ട നിരവധി മന്ത്രിമാര്, നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ, അതേപോലെ തന്നെ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി AN ബാലഗോപാൽ സാർ, ശ്രീകുമാർ സാറാണ് അദ്ദേഹത്തിന് പ്രൊഡക്റ്റ് കൊടുത്തത്. വീണ ജോർജിനാണ് നമ്മുടെ ഡോക്ടർ രാജു സാറും ജെയിംസ് സാറും അദ്ദേഹത്തിന്റെ സുഹൃത്ത് ജെയിംസ് സാറും കൂടി ചേർന്നിട്ടാണ് പ്രൊഡക്റ്റ് കൊടുത്തത്. ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജുമായിട്ട് എനിക്ക് ഫോണിലൂടെ കുറെ നേരം സംസാരിക്കാനുള്ള സാഹചര്യം കിട്ടി. നിരവധി സെലിബ്രിറ്റീസ്, MLA മാര്, MP മാര്, അങ്ങനെ ബഹുമുഖ പ്രതിഭകൾ പോലും ഇത് ഉപയോഗിക്കുകയും അവർക്ക് കിട്ടിയ റിസൾട്ടുകൾ അഭിമാനത്തോടു കൂടി ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു വലിയ ഒരു കമ്പനിയിലാണ് നമ്മൾ എന്നുള്ള ഒരു ബോധം ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണമെന്നാണ് എനിക്ക് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കാനുള്ളത്. സാധാരണ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയല്ല ഈ ബയോട്ടോറിയം. അപ്പൊ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അകത്ത് കഴിക്കാതെ എക്സ്റ്റേണൽ ആയിട്ട് മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമ്മളെ ഇന്റേണൽ ആയിട്ടുള്ള എല്ലാ ഓർഗൻസിനെയും സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് എത്രയോ രോഗങ്ങൾക്ക് പ്രതിവിധി തന്ന ദൈവത്തിന്റെ സ്പർശമുള്ള, ഒരുപക്ഷെ ദൈവം തന്നെ, സാക്ഷാൽ ദൈവം തന്നെ വന്ന് നമ്മളെ ശുശ്രൂഷിക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ സാധിച്ചിട്ടുള്ള അത്ഭുതകരമായ മിറാക്കിൾ റിസൾട്ട് തരുന്ന വേൾഡിലെ നമ്പർ 1 പ്രൊഡക്റ്റ് തന്നെയാണ് ബയോട്ടോറിയം പ്രൊഡക്റ്റ്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. എന്തെല്ലാം റിസൾട്ട് കിട്ടിയിരിക്കുന്നു. നമുക്കറിയാം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ആരോഗ്യമാണ്. ആരോഗ്യമില്ലെങ്കിൽ നമ്മൾ പറയും അല്ലേ, എല്ലാം സീറോ ആയി മാറും എന്നുള്ളത്. ആരോഗ്യമുള്ള ശരീരത്തിന് മാത്രമേ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ. ആരോഗ്യമുള്ള മനസ്സിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ സമൂഹത്തിന്റെ പുനരുദ്ധാരണത്തിൽ പങ്കാളിയാകാൻ വേണ്ടി സാധിക്കുള്ളൂ. നമുക്കറിയാം, ഒരു രാജ്യത്തിന്റെ ഏറ്റവും അതിശക്തമായ സമ്പത്ത് എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ഒരു ജനതയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. നമുക്കറിയാം, ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് ജീവിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സ്വയം രോഗിയായി മാറുകയാണെന്നുള്ളതാണ്. സ്വയം രോഗിയായിട്ട് മാറും നമ്മൾ. എത്ര രീതിയിൽ നമ്മള് നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിച്ചാലും നമ്മൾ രോഗിയായിട്ട് മാറും. അങ്ങനെ വിധിക്കപ്പെട്ട ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന വെള്ളവും കഴിക്കുന്ന ഭക്ഷണവും എല്ലാം തന്നെ കെമിക്കൽസും പെസ്റ്റിസൈഡ്സും മായങ്ങളും എല്ലാം ചേർന്നതാണെന്ന് നമുക്കറിയാം. അതിന് യാതൊരു പ്രതിവിധിയില്ല നമ്മളെ സംബന്ധിച്ച്. ഈ ശ്വസിക്കുന്ന വായു ഇതല്ലാതെ വേറെ വായു നമുക്ക് ശ്വസിക്കാൻ പറ്റില്ല. കുടിക്കുന്ന വെള്ളം, ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഈ വെള്ളം മലിനമായ വെള്ളം, എറണാകുളത്തൊക്കെ ആണെങ്കിൽ പൈപ്പിലൂടെ വരുന്ന വെള്ളം, ഓരോ പ്രദേശങ്ങൾ, ആ വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ, വേറെ വെള്ളമില്ല. യാതൊരു പ്രതിവിധിയില്ല ഇതിനൊന്നും. ഇതെല്ലാം നമ്മൾ കുടിച്ചേ പറ്റുള്ളൂ. അതേപോലെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളൊക്കെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതാണ്. അതിനകത്തൊക്കെ വിഷാംശങ്ങളുണ്ട്. ഇതെല്ലാം കഴിച്ചേ പറ്റുള്ളൂ, വേറെ പ്രതിവിധിയൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ മെല്ലെ ക്രമേണ രോഗികളായിട്ട് മാറുന്നു എന്നുള്ളതാണ്. രോഗികളായി മാറുമ്പോൾ നമ്മുടെ ബോഡിയിൽ ആദ്യം ഡിസോർഡർ വരാൻ തുടങ്ങുന്നു, പിന്നെ ഡിസ്ഫങ്ഷൻ ആവുന്നു, പിന്നെ ഡിസീസ് ആവുന്നു. ഇങ്ങനെ 2-3 പ്രോസസ്സിലൂടെയാണ് ഒരു രോഗം നമ്മുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്.
ആദ്യം ബോഡി ഡിസോർഡർ ആവും, പിന്നെ ഡിസ്ഫങ്ഷൻ ആവും, പിന്നെ ഡിസീസ് ആവും. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിലുള്ള ചികിത്സാ രീതിയിലേക്ക് പോകുന്നു. അതിന്റെ കാര്യങ്ങളെ കുറിച്ച് എല്ലാവർക്കും ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ അവിടെ ശരിക്കും ഒരു സൊല്യൂഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ്. സാധാരണ രീതിയിലുള്ള ചികിത്സാ രീതിയിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, പെട്ടെന്ന് രോഗം മാറാൻ വേണ്ടി പലരും അലോപ്പതിയിലേക്ക് പോകും. അപ്പൊ സ്വാഭാവികമായിട്ടും ആ മരുന്നിന് പലതരത്തിലുള്ള പെട്ടെന്ന് രോഗം മാറും, അതിന് ചില സൈഡ് ഇഫക്റ്റുകളൊക്കെ വരും. അപ്പൊ അടുത്ത രോഗം നമ്മുടെ ബോഡിയിലേക്ക് ഉണ്ടാകുന്നതാണ്. പിന്നെ അതിന്റെ ടാബ്ലറ്റ് എടുക്കുമ്പോൾ വീണ്ടും അടുത്ത രോഗികളായിട്ട് മാറുന്നു. അപ്പൊ കുറെ രോഗമൊക്കെ മാറില്ല എന്നല്ല പറയുന്നത്. അപ്പൊ അതിനൊരു പ്രതിവിധി എന്ന നിലയിലാണ് ലോകം അംഗീകരിച്ചിരിക്കുന്ന, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ചിരിക്കുന്ന, ആയുഷ് മിനിസ്ട്രി അംഗീകരിച്ചിരിക്കുന്ന ഒരു ആൾട്ടർനേറ്റീവ് തെറാപ്പി എന്ന രീതിയിൽ വിത്തൗട്ട് മെഡിസിൻ, വിത്തൗട്ട് അലോപ്പതി, വിത്തൗട്ട് ഡ്രഗ്സ്, വിത്തൗട്ട് മെഡിസിൻ, വിത്തൗട്ട് അലോപ്പതി, വിത്തൗട്ട് ഡ്രഗ്സ് നമ്മുടെ ശരീരത്തെ, കോശങ്ങളെ റിജുനേറ്റ് ചെയ്യാനും, കോശങ്ങൾ ആക്ടിവേറ്റ് ചെയ്യാനും, കോശങ്ങൾ റിജുനേറ്റ് ചെയ്യപ്പെടുമ്പോൾ ടിഷ്യൂസ് ആക്ടിവേറ്റ് ചെയ്യാനും, ടിഷ്യൂസ് ആക്റ്റീവ് ആകുമ്പോൾ നമ്മൾ എല്ലാ ഓർഗൻസും ഹെൽത്തി ആവാനും, എല്ലാ ഓർഗൻസും ഹെൽത്തി ആകുമ്പോൾ നമ്മുടെ 11 സിസ്റ്റവും സ്ട്രോങ് ആവുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഹ്യൂമൻ ബോഡി ഹെൽത്തി ആയി മാറുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ ഈ മാഗ്നറ്റിക് പ്രൊഡക്ട്സിലൂടെ നമുക്ക് സാധിക്കുന്നതെന്നുള്ളതാണ്. ഇത് ലോകം തെളിയിച്ചതാണ്. അപ്പൊ ഞാൻ ഇന്ന് പ്രൊഡക്ട്സിനെ കുറിച്ചല്ല പറയുന്നത്. അപ്പൊ ഈ പ്രൊഡക്ട്സ് നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ ധൈര്യമായിട്ട്, അഭിമാനത്തോടുകൂടി, നമുക്ക് തന്റെ ഇടത്തോടുകൂടി ആരുടെ മുമ്പിലും ചെന്ന് നമ്മൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ വേണ്ടി സാധിക്കണം. കാരണം ഇതൊരു പ്രൂവൺ സയൻസ് ആണ്. നമുക്കറിയാം, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ റേഡിയേഷൻ അനുഭവിച്ച രാജ്യം ജപ്പാനാണ്. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ദീർഘായുസോടുകൂടി ജീവിക്കുന്ന ജനങ്ങളുള്ളത് ഇന്ന് ജപ്പാനിലാണ്. അതുപോലെ തന്നെ ഹോങ്കോങ്, കൊറിയ, ചൈന മുതലായ രാജ്യങ്ങളെ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയിട്ട് ഇല്ലേ, അവരുടെ ആ ഹെൽത്ത് സ്പാനിൽ പരമാവധി ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്ന ജനതയാണ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. കാരണം അവരെല്ലാം തന്നെ ആൾട്ടർനേറ്റീവ് തെറാപ്പി എന്ന രീതിയിൽ അവരുടെ ജീവിത ശൈലിയിലും കൂടി മാറ്റം വരുത്തിക്കൊണ്ട് ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ജീവിത ശൈലിയിലും കൂടി ചില മാറ്റങ്ങൾ വരുത്താൻ ഓരോരുത്തരും തയ്യാറാവണം എന്നുള്ളതാണ്. ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴും കൊക്കക്കോളയും പെപ്സിയും അല്ലേ, അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡുകളും ഇതൊക്കെ കഴിച്ചാൽ വീണ്ടും നമ്മൾ ആ വഴിക്ക് തന്നെ പോവുകയാണ്. അപ്പൊ നമ്മൾ സാംസ്കാരികമായിട്ട് ഒന്ന് മാറേണ്ടതുണ്ട്. നമ്മളെ ഭക്ഷണക്രമത്തിൽ പോലും, നമ്മളെ ചിന്താഗതിയിൽ പോലും, നമ്മുടെ സംസാരത്തിൽ പോലും ഒരു വെൽനസ് കൺസൾട്ടന്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് മാനസികമായിട്ട് ഉയരാൻ വേണ്ടി സാധിക്കണം. നമ്മളെ ഭക്ഷണക്രമത്തിൽ പോലും വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയാം പല കാര്യങ്ങളും, ഇല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ നമുക്ക് പിന്നീട് ഉണ്ടാവും ഓരോ ദിവസങ്ങൾ. അതെല്ലാം നമ്മൾ മാറ്റാൻ തയ്യാറാണെങ്കിൽ വലിയൊരു വഴികാട്ടികളായിട്ട് നമുക്ക് സമൂഹത്തിൽ മാറാൻ വേണ്ടി സാധിക്കും. ഒരു സമൃദ്ധമായ ഒരു ആരോഗ്യ കേരളത്തെ നമുക്ക് ഇവിടെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. ധൈര്യമായിട്ട് ഈ പ്രൊഡക്റ്റ് നമുക്ക് ആരുടെ മുമ്പിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞു, അത്രയും ആളുകൾ ഇത് ഉപയോഗിക്കുന്ന VVIPs, സെലിബ്രിറ്റീസ് ഒക്കെ ഉപയോഗിക്കും. ആരുടെ മുമ്പിലും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ നമ്മുടെ അവാർഡ് എന്ന് പറയുന്നത് ഇല്ലേ, ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് കിട്ടിയ വേൾഡിലെ ഒരേ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി, ഇന്ത്യയിലെ ഏക ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഈ ബയോട്ടോറിയാണ്. ആ ഒറ്റ സർട്ടിഫിക്കറ്റ് മതി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പുതിയ വ്യക്തിയുടെ അടുത്ത് ചെന്ന് പറയുമ്പോൾ ഇല്ലേ, വേൾഡ് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ അവാർഡ് നേടിയ നമ്മുടെ കമ്പനിയാണ് സാറേ ഈ ബയോട്ടോറിയം. അതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് കൂടുതൽ ഒന്നും സംസാരിക്കേണ്ടി വരില്ല. കമ്പനിയുടെ പ്രൊഫൈലിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്താണ് നിങ്ങൾ സംസാരിക്കുന്നെങ്കിൽ പിന്നെ അധികമൊന്നും സംസാരിക്കേണ്ടി വരില്ല. ഇന്ത്യയിലെ VVIPs ഉപയോഗിക്കുന്നത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ചില ആളുടെ മുഖം ചുളിയും, ഇവരെ എനിക്ക് വാങ്ങിയിട്ടൊന്നും കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയും. അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇവരെന്ന് എനിക്ക് കാണിക്കണ്ടെന്ന് പറഞ്ഞു. എന്നാൽ റിസൾട്ടുകൾ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുമെങ്കിൽ സാധാരണ കൂലിപ്പണിക്കാരനും പാവപ്പെട്ടവനും ഓട്ടോറിക്ഷ തൊഴിലാളിക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഇല്ലേ ഒക്കെ കിട്ടിയ റിസൾട്ടുകൾ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുമെങ്കിൽ അത് പെട്ടെന്ന് അവരുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്നുള്ളതാണ്. റിസൾട്ടുകൾ നമുക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ വിത്തിൻ സെക്കൻഡ്സ് നമ്മുടെ ബോഡിയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് നമുക്ക് ഡെമോ കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരേ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഈ ബയോട്ടോറിയം കമ്പനിയുടെ പ്രൊഡക്റ്റ്. വേറൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്ക് പറ്റാത്ത രീതിയിൽ നമ്മൾ എന്താണോ ഈ സയൻസ് പറയുന്നത്, നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കുകയും ഓക്സിജൻ അളവ് ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്തുകൊണ്ട് റേഡിയേഷൻ നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് പൂർണ്ണ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. നമ്മൾ പറയുമ്പോൾ തന്നെ അവർക്ക് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, ഓൺ ദ സ്പോട്ടിൽ അവർക്ക് സംവേദ്യമാകുന്ന രീതിയിലേക്ക്, അവർക്ക് അനുഭവിച്ചറിയാവുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പ്രൊഡക്റ്റിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റു ബിസിനസ്സിനെ അപേക്ഷിച്ച് ഭയങ്കരമായിട്ടുള്ള ക്ലോസിങ്, അതായത് ഓപ്പണിങ്, ആളുകളെ ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്.
അതുകൊണ്ട് ഇതിന്റെ പ്രൊഡക്റ്റിന്റെ മഹത്വം ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ പ്രൊഡക്റ്റിലാണ് നമ്മുടെ ഇന്ധനം എന്ന് പറയുന്നത്. ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ പ്രൊഡക്റ്റിന്റെ റിസൾട്ട് തന്നെയാണ് നമ്മളെ ഈ ജനങ്ങൾ ഇത് അക്സെപ്റ്റ് ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയാം. പല കമ്പനികളും പല ഇൻകം പ്ലാനുകൾ കാണിച്ചിട്ട് പ്രൊഡക്റ്റിനൊന്നും അവിടെ വലിയ പ്രാധാന്യമില്ല, നമ്മൾ പ്ലാൻ ഒന്ന് നോക്കുക എന്ന് പറഞ്ഞിട്ടാണ് പല കമ്പനികളും വരാറുള്ളത്, അല്ലേ? അവര് പ്ലാനിലേക്കാണ് ഫോക്കസ് ചെയ്യുക. പ്രൊഡക്റ്റ് എന്തെങ്കിലും ആയിക്കോട്ടെ എന്നാണ് പല ലീഡേഴ്സും പറയാറ്, അല്ലേ? ചിലപ്പോൾ നിങ്ങളും കേട്ടിട്ടുണ്ടാവും, പ്രൊഡക്റ്റ് നോക്കേ വേണ്ട, വരുമാനം മാത്രം നോക്കിയാൽ മതി എന്ന് പറയാറുണ്ട്, അല്ലെ? അങ്ങനെ വരുമാനം മാത്രം നോക്കിപ്പോയാൽ അധിക കാലം അത് മുന്നോട്ട് പോവില്ല. കാരണം നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിന് റിസൾട്ട് ഉണ്ടാവണം. മിറാക്കിൾ റിസൾട്ടും കൂടെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ പ്ലാൻ അതിനേക്കാൾ അതിമനോഹരമായ ഒരു പ്ലാൻ കൂടെ നമുക്ക് ഇവിടെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുള്ളതാണ്. നിരവധി ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ ഇന്ത്യയിൽ നേരത്തെ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്, പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇന്ന് വരെയും ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള, അല്ലെ, മിറാക്കിൾ പ്രൊഡക്റ്റിനോടൊപ്പം മാർക്കറ്റ് പ്ലാൻ, അമേസിംഗ് മാർക്കറ്റ് പ്ലാൻ കൂടി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് ബയോട്ടോറിയത്തിന്റെ മനോഹാരിത എന്ന് പറയുന്നത്. അതാണ് പ്രൊഡക്റ്റിനോടൊപ്പം തന്നെ അതിനേക്കാൾ അടിപൊളിയായിട്ടുള്ള ഒരു ഇൻകം പ്ലാൻ സാഗർ ജോഷി സാറിന് ഡിസൈൻ ചെയ്യാൻ വേണ്ടി സാധിച്ചു. അതാണ് എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഡിസൈൻ ചെയ്യാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ, അദ്ദേഹം നിരവധി ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾക്ക് സോഫ്റ്റ്വെയർ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. വലിയൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ഡോക്ടർ സാഗർ ജോഷി സാർ. അതുകൊണ്ട് ഓരോ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെയും പ്ലാനിലുള്ള അപാകതകൾ എന്താണെന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളതാണ്. എപ്പോഴും ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി വിജയിക്കണമെങ്കിൽ ബട്ടൺ ലെവലിൽ വരുന്ന ആളുകൾക്ക് കൂടുതൽ ഇൻകം കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മളെ കമ്പനി ഇവിടെ ചെയ്തത്. മറ്റു പല കമ്പനികളിലും ടോപ്പിൽ നിൽക്കുന്ന ആളുകൾ കൂടുതൽ വരുമാനം വാരി കൊടുക്കും. പക്ഷെ ഇവിടെ ബട്ടൺ ലെവലിൽ വരുന്ന ആളുകൾക്ക് കൂടുതൽ വരുമാനം കൊടുക്കുമ്പോഴാണ് അവിടെ വർക്ക് നടക്കുള്ളൂ എന്നുള്ള തത്വം, അതിന്റെ പച്ച യാഥാർത്ഥ്യം സാഗർ ജോഷി സാർ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന നമ്മുടെ ഒരു ഫാമിലി ബോണസ് എന്ന് പറയുന്ന ഇൻകം, ഇല്ലേ, അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോയത്. പക്ഷെ ഈ ഫാമിലി ബോണസിന് രണ്ട് സൈഡ് ഉണ്ട്, എല്ലാത്തിനും രണ്ട് വശമുണ്ട്, അല്ലേ? പോസിറ്റീവും നെഗറ്റീവും. അതുകൊണ്ട് അതിൽ പിടിച്ച് തൂങ്ങി നിൽക്കുന്ന ആളുകൾ പരാജയപ്പെടും. ഫാമിലി ബോണസിന്റെ പുറകെ നിങ്ങൾ ഓടാതെ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് കൊടുത്തുകൊണ്ട് ഈ പ്ലാൻ കൃത്യമായിട്ട് ആളുകളെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അച്ചീവറായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാറാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. ഒരു സംശയം വേണ്ട. അതുകൊണ്ട് ഞാൻ പ്ലാനിലേക്ക് ഒന്ന് കടക്കുകയാണ്. ഒരു മിനിറ്റ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം, ഒന്ന് വെയിറ്റ് ചെയ്യാം എല്ലാവരും പ്ലീസ്. എല്ലാവരും മ്യൂട്ട് ചെയ്യണം, എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ പ്ലീസ്. അതിലേക്കൊന്നും പോകുന്നില്ല. കമ്പനിയുടെ പ്രൊഫൈലും ഓഫീസ് കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ സാധാരണ സ്ഥിരമായിട്ട് പറയാറുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നേരെ ഡയറക്റ്റ് ഇൻകം പ്ലാനിലേക്ക് പോവാണ്. നമ്മളെ ബഹുമാനപ്പെട്ട പ്രിയങ്കരനായ സാഗർ ജോഷി സാറിന്റെ ഫോട്ടോസ് ആണ്, എല്ലാവർക്കും അറിയാം. സാറിനെ നേരിട്ട് കണ്ടവരാണ് പലരും. എത്രയോ തവണ ഞാൻ എന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് ഓഫീസിൽ പോയിട്ടുണ്ട്. ഇത് നമ്മുടെ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് അവാർഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. ഇതെല്ലാം നമ്മൾക്ക് നിരവധി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അതിലേക്കൊന്നും ഞാൻ ഇന്നിപ്പോ കിടക്കുന്നില്ല. നമ്മളെ ബിസിനസ് പ്ലാനിലേക്ക് ഡയറക്റ്റ് കിടക്കുകയാണ്. അപ്പൊ ഇതിലൂടെ വരുമാനം കിട്ടണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് വേണം, ഇതിന്റെ പ്ലാൻ പഠിക്കണം. ഇവിടെ സാറമ്മയോട് സൂചിപ്പിച്ചു, ഇന്ന് സാമ്പത്തികമായി തകർന്ന ഒരു കേരളമാണ്, സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോക വ്യവസ്ഥയാണ് ഇപ്പൊ നിലവിലുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ചില നിലപാടുകൾ കൊണ്ട് തന്നെ ലോക രാജ്യങ്ങളിൽ തന്നെ പലതരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളും വരാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് വിദഗ്ധരായ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെ പഠന റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം എങ്ങനെ നമുക്കൊരു അധിക വരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഒരു അധിക വരുമാനത്തിന് ആഗ്രഹിക്കാത്ത ആരും ഇല്ല എന്നുള്ളതാണ്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ മുതൽ പ്രൈവറ്റ് ജോലി ചെയ്യുന്ന ആളുകൾ വരെ അവരാരും സംതൃപ്തരല്ല. ഒരു അധിക വരുമാനം കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ളത്. എപ്പോഴും നമ്മളിങ്ങനെ ഡെയിലി എഴുന്നേറ്റിട്ട് പറവകളെ പോലെ പക്ഷികളെ പോലെ ആകാശത്തിലൂടെ പറക്കാൻ നടന്നു കഴിഞ്ഞാൽ ഇല്ലേ, അന്നൊന്ന് ജോലി ചെയ്ത് അന്നൊന്ന് വരുമാനം കിട്ടുക, അതാണ് നമ്മൾ ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഇൻകത്തിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ മരണം വരെയും ജോലിക്കാരനായിട്ട് മാറേണ്ടി വരുന്നതാണ്. അപ്പൊ അതിൽ നിന്ന് വിപരീതമായിട്ട് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ പോലും നമ്മുടെ അക്കൗണ്ടിലേക്ക് കാശ് വരുന്ന ഒരു രീതിയിലുള്ള ഒരു സിസ്റ്റത്തിലേക്ക് നമുക്ക് മാറാൻ വേണ്ടി സാധിക്കുമെങ്കിൽ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അല്ല അതാത് ദിവസം ജോലിയെടുത്ത് നമ്മളെ കാര്യം നടക്കുകയാണെങ്കിൽ മരണം വരെയും, മരിക്കുന്നതിന്റെ തലേ ദിവസം വരെയും ജോലിക്ക് പോയാലും കടബാധ്യത എന്ന് പറയുന്ന വലിയൊരു കൂമ്പാരം മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ എന്താണ് നമ്മളെ പോലുള്ള സാധാരണക്കാരന് അതിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള വഴി എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഡയറക്ട് സെല്ലിങ്ങിന്റെ മഹത്വത്തെ കുറിച്ച് മനസ്സിലാക്കുകയും ഇതിലേക്ക് കടന്നു വരികയും ചെയ്യാന്നുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും അഡീഷണൽ ഇൻകം അത്യാവശ്യമാണ്. അത് നിയമം ഒരു അംഗീകരിച്ച ഒരു ഇൻകം ആണെങ്കിൽ എല്ലാവരും ഹാപ്പി ആണെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ 4 ക്വാർട്ടർ കാണിക്കുന്നത് ഞാൻ വളരെ എളുപ്പത്തിൽ ഇതിനെ രണ്ടായിട്ട് വിഭജിക്കുകയാണ്. ഒന്ന് ലോകക്രമത്തിൽ 2 തരം ആളുകളാണുള്ളത്. ഒന്ന് എംപ്ലോയീസ്, ജോലിക്ക് പോകുന്ന ആളുകൾ, അത് സെൽഫ് എംപ്ലോയീസ് ഉണ്ടാകാം. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ബിസിനസ്സുകാരാണ്.
ഇൻവെസ്റ്റേഴ്സ് ആണ്. അതായത് പണിക്കാരും പണക്കാരും, വളരെ ചുരുക്കി പറഞ്ഞാൽ പണിക്ക് പോകുന്ന ആളുകളും പണക്കാരും, ഈ രണ്ട് വിഭാഗം ആളുകളാണ് ലോകത്തുള്ളത് എന്നുള്ളത്. ഇവിടെ 4 ക്വാർട്ടർ ഉണ്ട്, അത് രണ്ട് അർത്ഥം ഒന്ന് തന്നെയാണ്. അപ്പോ ഒന്നിക്ക് ജോലിക്ക് പോകുക, നമ്മൾ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നത് ജോലി എടുക്കാൻ വേണ്ടി തയ്യാറാക്കാനുള്ള ഒരു മാനസികാവസ്ഥയാണ് അവരിലേക്ക് നമ്മൾ അറിയാതെ വളർത്തിയെടുക്കുന്നത് എന്നുള്ളതാണ്. പഠിച്ച് നല്ല ജോലിക്കാരനായിട്ട് മാറുക എന്നുള്ളതാണ്. ജോലി ചെയ്തിട്ട് ആരും തന്നെ ഒരാളും ഇന്ന് കോടീശ്വരനായിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഹൈസ്കൂൾ അധ്യാപകനായിട്ട്, പ്രധാന അധ്യാപകത്തെ ഹെഡ് മാസ്റ്ററായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, എനിക്കൊരു ദിവസം 3000 രൂപ ശമ്പളം ഉണ്ട് സാറേ, 90,000 രൂപ കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഒരു മാസം 90,000 രൂപ. ആലോചിച്ച് നോക്കണം, എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് മാത്രമാണ് ഒരു ഹെഡ് മാസ്റ്ററായിട്ട് മാറാൻ വേണ്ടി സാധിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ 90,000 രൂപ ഒരു മാസം കിട്ടുകയാണെങ്കിൽ ഇപ്പൊ ആലോചിച്ച് നോക്കണം അല്ലേ, എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് വേണമെന്നുള്ളതാണ്. എന്നാൽ ഇവിടെ തൊഴിൽ മേഖലയില്ല, ജോലി കിട്ടാനുള്ള അവസരമില്ല, സാധ്യതയില്ല എന്നുള്ളതാണ്. അപ്പോ നമുക്കറിയാം, ലോകത്തിലെ 95% ആളുകളും ഈ വിഭാഗത്തിൽപ്പെടുന്നവരാണ്, പണിയെടുത്ത് ജീവിക്കുന്ന ആളുകളാണ്. എന്നാൽ ബിസിനസ്സുകാരെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, അദാനിയും അംബാനിയും അല്ലെങ്കിൽ നമ്മുടെ യൂസഫ് സലി സാറിനെ പോലുള്ള ആളുകളൊക്കെയാണ് ബിസിനസ് രംഗത്തേക്ക് വരുന്ന ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് മാറുന്നത്. നമുക്കൊരിക്കലും ഒരു സാധാരണക്കാരന് അവരെ പോലെ ആകാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ചിന്താഗതി എന്താണ്, നമുക്കൊരിക്കലും ഒരു യൂസഫ് സലി സാറോ അല്ലെങ്കിൽ കല്യാണ രാമനോ അല്ലെങ്കിൽ നമ്മുടെ തുണി കച്ചവടക്കാരൻ, നമ്മുടെ എന്താ പറയുക, കല്യാൺ സിൽക്സിന്റെ ഉടമയോ അല്ലെങ്കിൽ ജോയ് ആലുക്കാസോ ഒന്നും നമുക്കാകാൻ പറ്റില്ല എന്നുള്ള ഒരു ബിലീഫ് സിസ്റ്റം, ഒരു വട്ടം വരച്ചിരിക്കുക, ഒരു ലക്ഷ്മണ രേഖക്കകത്താണ് നമ്മൾ താമസിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ അത് പൊളിച്ചു മാറ്റാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമുക്കും അവരെ പോലെ ഉയരാൻ വേണ്ടി സാധിക്കും. അവരും ഒരു സാധാരണക്കാരനായിട്ടുള്ളതാണ്. അപ്പൊ അതിന് സാധാരണക്കാരായ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ലോകം അംഗീകരിച്ച പ്രൂവൺ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അപ്പൊ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോ ഇന്ത്യയിൽ എന്തോ ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ വർഷങ്ങളായിട്ട് ഇവിടെ ഇത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഏതാനും വർഷങ്ങളായിട്ട് ഇന്ത്യൻ പാർലമെന്റിൽ നിയമം പാസ്സാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഡയറക്ട് സെല്ലിങ്ങിനെ ഇന്ത്യയിൽ അംഗീകരിക്കുകയും സംസ്ഥാന ഗവൺമെന്റുകൾ അത് അംഗീകരിക്കുകയും ഓരോ സംസ്ഥാന ഗവൺമെന്റും നല്ലതായ കമ്പനികളെ തിരഞ്ഞെടുത്തുകൊണ്ട് അത് മാത്രമേ ആ സംസ്ഥാനങ്ങൾ പ്രവർത്തിക്കാൻ പറ്റൂ എന്നുള്ള രീതിയിലേക്ക് അതിന് ലൈസൻസ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ മാറുകയും ചെയ്തു. ഈ കഴിഞ്ഞ ഫെബ്രുവരി 19 നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ അവിടെ എന്ത് ചെയ്തു, നമ്മുടെ ഒരു മോണിറ്ററിംഗ് മെക്കാനിസം എന്നുള്ള രീതിയിൽ കേരളത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ലീഗലായ കമ്പനികളുടെ വെബ്സൈറ്റ് നമ്മുടെ കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്ട്രിയുടെ അണ്ടറിൽ വരികയാണെന്നുള്ളത്. അത് കൺസ്യൂമർ മിനിസ്ട്രിയുടെ അണ്ടറിലാണ് ഡയറക്ട് സെല്ലിങ്ങിനെ കൊണ്ടുവന്നിരിക്കുന്നത് ഗവൺമെന്റ്. അപ്പോ അവിടെ ഒരു മോണിറ്ററിംഗ് മെക്കാനിസം ആയിട്ട് ഒരു വെബ്സൈറ്റിനകത്ത് കേരളത്തിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്ന ലീഗൽ ആയിട്ടുള്ള കമ്പനികളുടെ ലിസ്റ്റ് വരും ദിവസങ്ങളിൽ വരാൻ വേണ്ടി പോവാം. അങ്ങനെയുള്ള കമ്പനികൾക്ക് മാത്രമേ ഇനി ഡയറക്ട് സെല്ലിങ്ങിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോ അതിനകത്ത് ലിസ്റ്റ് വരുമ്പോ നമ്മുടെ നമ്പർ വേണ്ടവരത്തിന്റെ പേര് ഒന്നാമതായിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട, നമുക്ക് അഭിമാനിക്കാൻ പറ്റും. കാരണം അതിന്റെ പേപ്പർ സബ്മിഷൻ എല്ലാം തന്നെ കമ്പനിയുടെ അതോറിറ്റീസിന്റെ കൂടെ തിരുവനന്തപുരത്ത് ചെല്ലാനും പേപ്പർ സബ്മിറ്റ് ചെയ്യാനും ഉള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ പോലുള്ള ഒരു സാധാരണക്കാരന് അസാധാരണക്കാരനായി മാറാനുള്ള ഒരു സിസ്റ്റമാണ് ഡയറക്ട് സെല്ലിംഗ്. ഇത് പ്രൂവൺ സിസ്റ്റമാണ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് സിസ്റ്റമാണ് നമ്മൾ മനസ്സിലാക്കി കൊണ്ടുവേണം. ഇതൊരു വലിയ ബിസിനസ് ആണെന്ന് മനസ്സിലാക്കി കൊണ്ടുവേണം ഈ രംഗത്തേക്ക് കടന്നു വരാൻ. എന്തുകൊണ്ട് നമ്മൾ ഈ രംഗം ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി അടുത്ത കാലം എന്ന് വരുന്ന ഭാവി എന്ന് പറയുന്നത് AI കാലമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. സകല സമസ്ത മേഖലകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കീഴടക്കാൻ വേണ്ടി പോവാണ്. ആശുപത്രികൾ പോലും ഡോക്ടേഴ്സിന്റെ എണ്ണം കുറയുന്ന ഒരു സംവിധാനമാണ് വരാൻ വേണ്ടി പോകുന്നത്. കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് രോഗിയുടെ രോഗം എന്താണെന്ന് പെട്ടെന്ന് നിർണ്ണയിക്കാനും അത് വളരെ കൃത്യമായിട്ട് അവിടെ സർജറി ചെയ്യാനും ഒക്കെ ഇതിലൂടെ സാധിക്കുന്ന തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ കാർ ഓടിക്കാൻ ഡ്രൈവർ ആവശ്യമില്ലാത്ത കാറുകളാണ് ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഡ്രൈവേഴ്സിനുള്ള ജോലി നഷ്ടപ്പെടുന്നു. അതുപോലെ അധ്യാപകരെ ഇല്ലാതെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ ക്ലാസ്സുകൾ കൊടുക്കുന്ന സംവിധാനം ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിൽ തന്നെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അതാകുമ്പോൾ കുട്ടികൾക്ക് ആവർത്തിച്ച് ചോദ്യം ചോദിക്കാനും മനസ്സിലാക്കാനും ഉത്തരം പറയാനും പഠിക്കാനും ഒക്കെ സാധിക്കുന്ന രീതിയിലേക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകം മുഴുവൻ കീഴടക്കിയിരിക്കുകയാണ് എന്റെ പൊന്നു സുഹൃത്ത്. അതുകൊണ്ട് സകല സമസ്ത മേഖലകളിലും ഒരു തൊഴിൽ നഷ്ടം വരാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ അവസരത്തിലാണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഈ ഇൻഡസ്ട്രിയിലേക്ക് നമ്മളെ കുട്ടികളെ, നമ്മളെ യുവത്വത്തെ, നമ്മുടെ തലമുറയെ പിടിച്ചു കൊണ്ടുവരേണ്ട, അവരെയൊക്കെ ബോധവൽക്കരിച്ചുകൊണ്ട് ഈ രംഗത്തേക്ക് കടത്തിക്കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഗവൺമെന്റ് അപ്രൂവ്ഡ് ആണ്. ഇന്ന് ഇതിനെല്ലാം തന്നെ യൂണിയനുകൾ ഉണ്ട് എന്നുള്ളതാണ്. യൂണിയനുകൾ എന്ന് പറഞ്ഞാൽ പാർട്ടി യൂണിയനുകൾ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവില്ല. അതുകൊണ്ട് അംഗീകൃതമായ എല്ലാ പാർട്ടികളുടെയും യൂണിയനുകൾ നമുക്ക് ഇതിനകത്ത് ഉണ്ട്, ഈ സംഘടനകളുണ്ട്. ഇനി
അപ്പൊ ഇതിനകത്തേക്ക് വരുമ്പോ ഈ സ്ലൈഡിൽ കാണിച്ചുകൊണ്ട് അത് പറയാണ്, നമുക്ക് നിരവധി തരത്തിലുള്ള വരുമാനങ്ങളാണ് നമ്മുടെ ഈ കമ്പനി തരുന്നത്. 8 ടൈപ്പ് വരുമാനമുണ്ട്. അതിലേക്കൊന്നും ഞാൻ കൂടുതലൊന്നും പോകുന്നില്ല, എല്ലാവർക്കും അറിയാൻ പറ്റും. 8 ടൈപ്പ് വരുമാനമുണ്ട്. എങ്ങനെയൊക്കെ വരുമാനം നമുക്ക് ലഭിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ അത് കണക്ക് ഫോറിൻ ടൂറുകൾ നമുക്ക് കമ്പനി തരുന്നുണ്ട്. അത് ഞാൻ അവസാനം അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയാം. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടർ, ID നമ്പർ എന്ന് പറഞ്ഞ ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടർ. ഏതെങ്കിലും കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും അല്ലേ? ഹോൾസെയിൽ ഏജൻസി എടുത്ത് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും, C&F ഏജൻസി എടുത്ത് വർക്ക് ചെയ്യും. അവരൊക്കെ ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് അതേപോലെ തന്നെ വലിയ ഓഫീസ് സമുച്ചയങ്ങളൊക്കെ വെച്ച് അവിടെ ജോലിക്കാരെ വെച്ച് അവിടെ സ്റ്റാഫിനെ വെച്ച് ഇങ്ങനെയൊക്കെയാണ് ആ ട്രഡീഷണൽ ബിസിനസ്സിലൂടെ ബിസിനസ് ചെയ്യുന്നെങ്കിൽ ഇവിടെ നമ്മൾ ഒരു ബിസിനസ്സുകാരനാണ്. അതാണ് നമ്മളൊരു മൈൻഡ് സെറ്റപ്പ് വേണ്ടത്. അളച്ചേർക്കണ പരിപാടിയല്ല ഇത്. നിങ്ങൾ ഓരോരുത്തരും ഒരു ബിസിനസിന്റെ എന്റർപ്രണർ ആണെന്നുള്ള ഒരു മനോഭാവത്തോടെ ഇതിനെ ഏറ്റെടുക്കണം എന്നുള്ളതാണ്. അപ്പൊ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ്, കമ്പനിയുടെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തുകൊണ്ട് ഇതിനെ ഒരു വലിയ ബിസിനസ് ആയിട്ട് നിങ്ങൾക്ക് ഏറ്റെടുക്കാം. നമുക്കറിയാം 3100 മുതലുള്ള എൻട്രീസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് 3100 കൊടുത്ത ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. ഏത് എമൗണ്ട് മുടക്കി ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും അവർക്ക് കിട്ടുന്ന വരുമാനം എല്ലാം തുല്യമാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മനോഹാരിത എന്ന് പറയുന്നത്. 3100 പ്രൊഡക്റ്റ് എടുത്ത ആൾക്കും 19300 നമ്മുടെ സൂപ്പർ പ്രീമിയം പ്രൊഡക്റ്റ് എടുത്ത ആൾക്കും ഒരേ വരുമാനം തന്നെയാണ് കമ്പനി കൊടുക്കുക. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. എല്ലാവർക്കും തുല്യ നീതിയാണ് കിട്ടുന്നത്. അങ്ങനെ 50 രൂപയുടെ പ്രൊഡക്റ്റ് ആണെങ്കിൽ 8400 അതേപോലെ 50 രൂപയുടെ സൂപ്പർ ഡീലക്സ് പ്രൊഡക്റ്റ് ഉണ്ട്, അത് 9800 അതിന്റെ സൂപ്പർ പ്രീമിയം പ്രൊഡക്ട്സ് ഉണ്ട്, അത് 10700 ഇതെല്ലാവർക്കും അറിയാൻ കുറച്ച്. 100 രൂപയുടെ ആണെങ്കിൽ 16500 സൂപ്പർ ഡീലക്സ് ഉണ്ട്, 19300 സൂപ്പർ പ്രീമിയം പ്രൊഡക്റ്റ്. ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ പോക്കറ്റ് അനുവദിക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ബേസിക്കലി നമുക്ക് വേണ്ടത് എന്താണ്? നമുക്കൊരു ആധാർ കാർഡ് ഉണ്ടായിരിക്കണം, നമുക്കൊരു പാൻ കാർഡ് ഉണ്ടായിരിക്കണം, നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ഇത് മൂന്നും ഇല്ലാത്ത ആളുകൾക്ക് ബയോട്ടോറിയത്തിൽ എൻട്രി ചെയ്യാൻ പറ്റില്ല. അതാണ് ലീഗൽ എന്ന് പറയുന്നത്. തികച്ചും ലീഗൽ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ആധാർ കാർഡ് വേണം, പാൻ കാർഡ് വേണം, അതേപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് വേണം, 18 വയസ്സ് തികഞ്ഞിരിക്കണം. ആധാർ കാർഡും പാൻ കാർഡും ലിങ്ക്ഡ് ആയിരിക്കണം. കാരണം ഗവൺമെന്റിന്റെ പുതിയ നിയമങ്ങളൊക്കെ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് നമ്മളെ കാര്യങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആധാറും പാനും ലിങ്ക് ചെയ്യാത്ത ആളുകൾ ആധാറും പാനും ലിങ്ക് ചെയ്യുക. ഏതെങ്കിലും അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് നമ്മൾ ലിങ്ക് ചെയ്യാം. നിരവധി പ്രൊഡക്ട്സുകളുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് കാണാം. ഞാൻ പറഞ്ഞു 13 PV മുതൽ 25 PV മുതൽ 50 PV 100 PV വരെയുള്ള പ്രൊഡക്ട്സ് ആണുള്ളത്, പ്രീമിയം സൂപ്പർ ഡീലക്സ് പ്രൊഡക്റ്റുകൾ. ഇപ്പോ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങി, ബൈ ദ പ്രൊഡക്റ്റ്, യൂസ് ദ പ്രൊഡക്റ്റ്, ലവ് ദ പ്രൊഡക്റ്റ്, ദെൻ ഷെയർ ദ പ്രൊഡക്റ്റ്. നിങ്ങളൊരു പ്രൊഡക്റ്റ് വാങ്ങുക, അത് യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്യാൻ ആരെ പഠിപ്പിക്കുന്നത്? നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മളെ നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ബൈ ദ പ്രൊഡക്റ്റ്, യൂസ് ദ പ്രൊഡക്റ്റ്, ദെൻ ലവ് ദ പ്രൊഡക്റ്റ്. അത് നമ്മൾ അറിയാതെ അത് ഇഷ്ടപ്പെടും. ഇത് കയ്യിൽ കെട്ടാതെ ഇപ്പൊ നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല അല്ലേ? നമ്മൾ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ വേഗം ഓടി തിരിച്ചു വന്ന് വീട്ടിൽ നിന്ന് വീണ്ടും ഇത് നമ്മൾ എന്ത് ചെയ്യും? റാപ്പ് ചെയ്യും നമ്മൾ. അതാണ് ലവ് ദ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞത്. വെള്ളം നിങ്ങൾ ഈ കുപ്പിയോളം ഇത് ഉപയോഗിച്ച് തന്നെ നിങ്ങൾ കുടിക്കുള്ളൂ. ഞാൻ സാഗർ ജാഷ് സാറിന്റെ റൂമിലേക്ക് ചെല്ലുമ്പോഴും എന്റെ കയ്യിൽ ബോട്ടിൽ ഉണ്ടാവും. സാറിന്റെ മേശപ്പുറത്ത് ഞാൻ വെക്കും, എന്നിട്ട് ഞാൻ അവിടുന്ന് വെള്ളം കുടിക്കും. അപ്പൊ അത് നമ്മൾ അതിനെ ലവ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കത് സാധിക്കുന്നത് എന്നുള്ളതാണ്. ബൈ ദ പ്രൊഡക്റ്റ്, യൂസ് ദ പ്രൊഡക്റ്റ്, ലവ് ദ പ്രൊഡക്റ്റ്, ദെൻ ഷെയർ ദ പ്രൊഡക്റ്റ്. നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ടുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കണം അല്ലേ? നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ടുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കണം. നിങ്ങളുടെ ഈ ഇൻകം പ്ലാൻ കൊണ്ട് നിങ്ങൾ അതോടൊപ്പം ഷെയർ ചെയ്യണം എന്നുള്ളതാണ്. കാരണം സാമ്പത്തികമായി ഒത്തിരി കഷ്ടപ്പെടുന്ന ആളുകൾ, ഇനി എന്ത്, ഭാവിയിൽ എന്ത് അല്ലേ? അവരുടെ മുമ്പിൽ നിരവധി ചോദ്യജനങ്ങളുള്ള ആളുകളുണ്ട് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ പ്ലാനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും പണം കൊടുക്കാൻ പറ്റില്ല, പക്ഷെ പണം ഉണ്ടാക്കാനുള്ള വഴികൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും അല്ലെ? നമ്മൾ എപ്പോഴും പറയാണ്ട് നമുക്ക് ദിവസം ഒരാൾക്ക് മത്സ്യം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല, പാവപ്പെട്ടവന്. പക്ഷെ മത്സ്യം പിടിക്കാനുള്ള വഴി എങ്ങനെയാണെന്ന് അവനെ പഠിപ്പിച്ചു കൊടുത്താല് അവൻ ഡെയിലി മത്സ്യം പിടിക്കും അല്ലെ? അവൻ കഴിക്കും, അവൻ കൂടുതലുണ്ടെങ്കിൽ അത് വിൽപ്പനയും നടത്തിക്കോളും. അതുകൊണ്ട് അങ്ങനെയുള്ള അവസരങ്ങളെ നമുക്ക് എത്തിച്ചു കൊടുക്കാനും കാണിച്ചു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും നമുക്ക് സാധിക്കുന്നുള്ളതാണ്. കാരണം നമ്മളൊരു ID ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു 10 അക്ക നമ്പർ ID ഉണ്ടാവും. ആ 10 അക്ക നമ്പർ IDയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാലശേഷവും അത് നോമിനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുള്ളതാണ്. അതാണ് ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത്. അതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അതാണ് ഡയറക്ട് സെല്ലിന്റെ പവർ എന്ന് പറയുന്നത്. നിങ്ങൾ വെറും 3 സെന്റിലോ അല്ലെങ്കിൽ വാടകക്കോ താമസിക്കുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഒന്നും ഭയപ്പെടാനില്ല. എന്റെ അവസ്ഥ എല്ലാവർക്കും അറിയില്ല, ഒന്നും ഭയപ്പെടാനില്ല. നിങ്ങൾ ഇത് ഹൃദയത്തിൽ ഏറ്റിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു സംശയവും വേണ്ട. ഈ 10 അക്ക നമ്പർ നമ്മുടെ കാലശേഷം നമ്മുടെ ആധാർ കാർഡും പാൻ കാർഡും ഒക്കെ വലിച്ചെറിയപ്പെടും. അതിലെ നമ്പറും ഒക്കെ 0 ആയിട്ട് മാറും. ഒരു വിലയില്ലാത്ത കാർഡുകളായിട്ട് ഇത് മാറുമെങ്കിൽ നമുക്ക് ഈ ബയോട്ടോറിയത്തിലൂടെ കിട്ടുന്ന ആ 10 അക്ക നമ്പർ നമ്മുടെ കാലശേഷം നമ്മുടെ നോമിനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കുന്ന വലിയൊരു സ്ട്രോങ് ആയ ഒരു പ്ലാറ്റ്ഫോമിലാണ്. അങ്ങനെയുള്ള ഒരു ഇൻകം പ്ലാൻ ആണ് ഇതിന്റെ പ്രത്യേകത. അതാണ് ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നു,
യൂസ് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു. നിങ്ങളുടെ അടുത്ത ബന്ധുക്കളിലേക്ക്, സുഹൃത്തുക്കളിലേക്ക്, പരിചയക്കാരിലേക്ക്, രണ്ടുപേരിലേക്ക് പ്രൊഡക്റ്റ് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അവിടെ ഞാൻ പറഞ്ഞു 13 PV ഉണ്ട്, 25 PV ഉണ്ട്, 50 PV ഉണ്ട്. പക്ഷെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ 150 PVയുടെ ബിസിനസ് നടക്കണം എന്നുള്ളതാണ്. 150 രൂപയുടെ ബിസിനസ് നമ്മുടെ ജീനിയസിലും വിന്നറിലും കൂടി നടന്നാൽ മതി. നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവരുന്ന ആൾ 13 PV ആയാലും നോ പ്രോബ്ലം. നിങ്ങൾക്ക് പാവപ്പെട്ട രണ്ടാൾ വന്നു, അവർ 13 PVയുടെ പ്രൊഡക്റ്റ് എടുത്തിട്ടുള്ളൂ, ഒരു പ്രശ്നമില്ല. അവരിലൂടെ അല്ലെങ്കിൽ നിങ്ങളിലൂടെ പിന്നീട് എപ്പോഴാണോ 50 PV ജീനിയസിലും 100 PV വിന്നറിലും തിരിച്ചാവാം കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ വെൽക്കം ബോണസ് എന്നുള്ള നിലയിൽ നമ്മളെ ക്രൈറ്റീരിയ ബോണസ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും. എത്ര രൂപയാണ് ക്രെഡിറ്റ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 PV is equal to 8.80 rupees. അത് 8 രൂപ 80 പൈസയാണ് നമുക്കത് ക്രെഡിറ്റ് ആകുക എന്നുള്ളതാണ്. ഒരു PVക്ക് 8 രൂപ 80 പൈസ. ഇപ്പൊ 100 വൺ സൈഡിൽ വന്നു, 50 അതർ സൈഡിൽ വന്നു. അപ്പം 100 50 ആകുമ്പോൾ ഇവിടെ മാച്ചിങ് പോയിന്റ് എന്ന് പറയുന്നത് 50 ആണ് അല്ലെ. 100 50 മാച്ചാവും. അപ്പൊ 50 ഇൻറ്റു 8 രൂപ 80 പൈസ എന്ന് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം 440 എന്നായിരിക്കും. അപ്പൊ 440 രൂപ നമ്മുടെ ഡാഷ്ബോർഡിൽ കാണാം. അതിൽ നിന്നും 2% TDS കട്ട് ചെയ്തുകൊണ്ടുള്ള എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും. ഈ TDS നമ്മുടെ എമൗണ്ട് ആണ്. അത് നമുക്ക് വർഷാവസാനം നമുക്ക് ക്ലെയിം ചെയ്ത് നമുക്ക് വാങ്ങിക്കാനും വേണ്ടി സാധിക്കും. അത് ലീഗൽ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്തേ പറ്റുള്ളൂ, ഗവൺമെന്റിലേക്ക് ടാക്സ് കൊടുത്തേ പറ്റുള്ളൂ. അപ്പോ 440 രൂപ ഫസ്റ്റ് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ചില ആളുകൾക്ക് പറയും ഇത്രയാണോ വരുമാനം ഉള്ളത് എന്ന് ചോദിക്കും പലരും. പക്ഷേ ഇതൊരു ടിപ്പ് മാത്രമാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. നമുക്കറിയാം നമ്മുടെ കമ്പനിയിൽ എന്തുകൊണ്ട് ഇത്രയും ആളുകൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ദിവസം നമുക്ക് 2 വരുമാനം. പല കമ്പനികളും മാസത്തിൽ വരുമാനം കൊടുക്കുന്നു, ആഴ്ചയിൽ വരുമാനം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കമ്പനി ഒരു ദിവസം 2 വരുമാനം കൊടുക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ജോലിക്ക് പോയാൽ മാസത്തിൽ ഒരു തവണ വരുമാനം കിട്ടുള്ളൂ അല്ലെ. ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. അതിലേക്കൊന്നും ഞാനിപ്പോ പോകുന്നില്ല. ഇവിടെ 2 കട്ട് ഓഫ് ആണ് നമുക്കുള്ളത്. 12 മണിക്കൂർ കഴിയുമ്പോൾ കട്ട് ഓഫ്. അതായത് രാവിലെ 5 മണിക്കത്തെ ഒരു കട്ട് ഓഫ് കഴിഞ്ഞു. 5 AM to 5 PM, 5 PM to 5 AM എന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. രാവിലെ 5 മണിക്ക് നമ്മളൊരു കട്ട് ഓഫ് കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത കട്ട് ഓഫ് എപ്പോഴാണ്? രാത്രി 5, വൈകിട്ട് 5 മണി അല്ലെ. വൈകിട്ട് 5 മണിക്ക് ഒരു കട്ട് ഓഫ്, രാവിലെ 5 മണിക്ക് ഒരു കട്ട് ഓഫ്. ഇതിനിടയിൽ വരുന്ന ബിസിനസ് വോളിയം കാൽക്കുലേറ്റ് ചെയ്യും. സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതാണ് സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകത. അതിലൊരു തെറ്റും ഉണ്ടാവില്ല കേട്ടോ. പലർക്കും സംശയമുണ്ട്, ഞാൻ വെച്ചത് എനിക്ക് കിട്ടുമോ, അവിടുന്ന് വെച്ചത് കാണുമോ സാറേ എന്നൊക്കെ പുതിയ ആളുകൾ ചോദിക്കാറുണ്ട്. അറിവില്ലാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതൊരു പെശകും ഉണ്ടാവില്ല എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അവരുടെ ഐഡി അടിക്കാനും തുറക്കാനൊക്കെ അവരെ പഠിപ്പിച്ചാൽ മതി. അപ്പൊ ക്ലിയർ ആയിക്കൊള്ളുന്നത്. ഓരോ 5 മണിക്കൂർ കൂടുമ്പോൾ കട്ട് ഓഫ് ആണ്. ഓരോ 12 മണിക്കൂർ കൂടുമ്പോൾ കട്ട് ഓഫ് ആണ്. 5 AM 5 PM. ഈ കട്ട് ഓഫിൽ നമുക്ക് മാക്സിമം കിട്ടുന്ന വരുമാനത്തിന് ഒരു ലിമിറ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. ആ ലിമിറ്റിനെ കുറിച്ച് നമുക്ക് അടുത്ത കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇത്രയും കൂടുതൽ വരുമാനം വാങ്ങണമെങ്കിൽ നമ്മൾ എന്ത് വേണം? നമ്മൾ നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ടീമാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇത് ഗ്ലോബൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ലോകം മുഴുവൻ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് വരാൻ വേണ്ടി പോവാണ് കമ്പനി. ഇപ്പൊ ഇന്ത്യയിൽ ഉള്ളുവെങ്കിൽ ലോകത്തുള്ള മുഴുവൻ മലയാളികൾക്കും ഇന്ത്യക്കാർക്കും നമുക്കിപ്പോ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. ഇന്ത്യൻ അഡ്രസ്സിലുള്ള ആളുകൾക്ക് എവിടെ വേണമെങ്കിൽ ഏത് രാജ്യത്തേക്ക് നമുക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും. വിദേശികളെ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്ന രീതിയിൽ ഗ്ലോബൽ ലോഞ്ചിങ് വരാൻ വേണ്ടി പോവാണ്. 12 രാജ്യങ്ങളിൽ ഗ്ലോബൽ ലോഞ്ചിങ് വരാൻ വേണ്ടി പോകുന്ന അതിശക്തമായ കമ്പനിയാണ് ബയോട്ടോർ. ഒരു സംശയവും വേണ്ട ആ കാര്യത്തിൽ ഇല്ലേ. മനുഷ്യ രക്തം എവിടെ ഓടുന്നുണ്ടോ അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ബയോട്ടോറിയത്തിന്റെ പ്രൊഡക്റ്റ്. അതുകൊണ്ട് ഭാവിയിൽ 12 രാജ്യങ്ങളിൽ ലോഞ്ച് ചെയ്യും. US ഓൾറെഡി ഇതിന്റെ എല്ലാ സർട്ടിഫിക്കേഷനും കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഓഫീസ് വരെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയാം. ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ടീം ജീനിയസിലും പിന്നിൽ ആളുകൾ ക്രമേണ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ കൂടെ വരും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ വരുമാനം കിട്ടുന്നത് നമുക്ക് MPV എന്ന് കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ മാച്ചിങ് പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ മാച്ചിങ് പോയിന്റ് വാല്യൂ ആണ് MPV. മാച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് വരുമാനം കിട്ടുക. 2 വിങ്കിലും നടക്കുന്ന ബിസിനസിന്റെ അടിസ്ഥാനത്തിൽ. ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരു PVക്ക് 8 രൂപ 80 പൈസ. 1 PV എന്ന് പറഞ്ഞാൽ 8 രൂപ 80 പൈസയാണ്. 50 PV മാച്ച് ചെയ്താൽ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തു. 2 ഭാഗത്തും പിന്നെ ബിസിനസ് വരികയാണ്. 2 കട്ട് ഓഫ് ഉണ്ട്. 5 മണിക്കും രാവിലെ 5 മണിക്കും രാത്രി വൈകിട്ട് 5 മണിക്കും. അപ്പൊ ഓരോ കട്ട് ഓഫിലും എത്ര ബിസിനസ് വോളിയം നമ്മുടെ ബിങ്കിൽ നടന്നിട്ട് നോക്കും. അപ്പൊ 50 മാച്ച് ആയാൽ 440 രൂപ കിട്ടും. 100 MPV മാച്ച് ആയാൽ 100 ജീനിയസിലും 100 വിന്നറിലും വന്നാൽ നമുക്ക് 880 രൂപ കിട്ടും. 1000 MPV ആണ് നമ്മുടെ മാക്സിമം ഒരു കട്ട് ഓഫിൽ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. പെർ ഡേ അല്ല, പെർ കട്ട് ഓഫ് ആണ്. പെർ സൈക്കിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പെർ സൈക്കിളിൽ 8800, 1000 MPV, 1000 ഇൻറ്റു 8 രൂപ 80 പൈസ 8800 രൂപ കിട്ടും. അങ്ങനെ ഒരു ദിവസം 2 കട്ട് ഓഫ് ഉള്ളത് കൊണ്ട് 8800 ഇൻറ്റു 2 17600 കിട്ടും. ഇതിനെയാണ് നമ്മൾ സൂപ്പർ അവയർനെസ് ബോണസ് എന്ന് വിളിക്കുന്നത്. SAB എന്ന് പറയുന്നത് സൂപ്പർ അവയർനെസ് ബോണസ്. ഈ പ്രൊഡക്റ്റിനെ കുറിച്ച്, ഇൻഡസ്ട്രിയെ കുറിച്ച് നിങ്ങൾ ഒരാൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്ത് അവരെ ബോധവൽക്കരിച്ചു കഴിയുമ്പോൾ അവരൊക്കെ
എനിക്ക് ഈ പ്രൊഡക്റ്റ് വേണം, ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, ഇത് ബിസിനസ് ആയിട്ട് ഏറ്റെടുക്കാൻ പോവാണെന്ന് പറയുമ്പോൾ നമുക്ക് അതിലൂടെ കിട്ടുന്ന ഇൻകം ആണ് സൂപ്പർ അവയർനെസ് ബോണസ്. അവയർനെസ് കൊടുക്കുക, ഇൻഡസ്ട്രിയെ കുറിച്ച്, ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കുമ്പോൾ നമുക്ക് അതിലൂടെ ടീം ബിൽഡ് ചെയ്യപ്പെടും. അതിലൂടെ കിട്ടുന്ന വരുമാനത്തിന്റെ പേരാണ് സൂപ്പർ അവയർനെസ് ബോണസ്. ഒരു ദിവസം 17,600 വരെ നേടാം. ബാക്കി വരുന്ന എല്ലാം പവർ സൈഡ് അവിടെ ക്യാരി ഫോർവേഡ് ചെയ്ത് കിടക്കുന്നുള്ളതാണ്. ഒന്നും നഷ്ടപ്പെടില്ല. നിങ്ങളുടെ ജീനിയസ് വിങ്കിൽ ഇന്ന് 1000 PV കയറി, വിന്നർ സൈഡിൽ ഒന്നുമില്ല, 1000 അവിടെ ഉണ്ടാവും. നാളെ 200 അവിടെ കയറി, 1200 അവിടെ ക്യാരി ഫോർവേഡ് ചെയ്ത് കിടക്കും. ഒരു PV പോലും നമുക്ക് നഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. എപ്പോഴാണോ നമ്മൾ വിന്നർ സൈഡിൽ ഒരു 100 PV മാച്ച് ആവുന്നത്, അപ്പം 100 PVയുടെ 880 രൂപ കിട്ടും. എപ്പോഴാണ് അവിടെ 200 വന്നോ, അപ്പൊ അതിന് കണക്കായിട്ട് അവിടെ 1000 എപ്പോഴും വരുന്നോ, അപ്പൊ 1000 മാച്ച് ചെയ്യുമ്പോൾ 17,600 രൂപ വരെ ഒരു ദിവസം വാങ്ങാനുള്ള അവസരമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഞാൻ വീണ്ടും ആ പ്രധാന അധ്യാപകന്റെ വാക്കുകളാണ് എന്റെ മനസ്സിലേക്ക് പ്രതിധ്വനിക്കുന്നത്. അദ്ദേഹത്തിന് ഇപ്പോഴും എത്രയോ വർഷത്തെ സർവീസാണ് ഒരു ഹെഡ് മാസ്റ്റർ എന്നുള്ളത്. ഇപ്പോഴും 3000 രൂപയാണ് ഒരു ദിവസം കിട്ടുന്നത്. ഇവിടെ സ്റ്റാർട്ട് ചെയ്ത ഒരാൾക്ക് വേണമെങ്കിലും ഒരാഴ്ചക്കുള്ളിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും, ഈ 17,600 എന്നുള്ള വരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതിലൂടെയുള്ളതെന്ന് മനസ്സിലാക്കുക സുഹൃത്തുക്കളെ. അപ്പൊ ഇതാണ് ഒന്നാമത്തെ വരുമാനം, സൂപ്പർ അവയർനെസ് ബോണസ്. ഇതിന് ടൈം ലിമിറ്റ് ഇല്ല, പവർ സൈഡ് ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോഴാണോ നിങ്ങളുടെ മറു സൈഡിൽ ബിസിനസ് വരുന്നത് അതിന് ടൈം ലിമിറ്റ് ഇല്ല, എപ്പോ വേണമെങ്കിൽ നമുക്കത് ചെയ്താൽ ഈ വരുമാനം കിട്ടും. അങ്ങനെ ഒരു ദിവസം 17,600 വരെ കിട്ടാനുള്ള അവസരമാണ് ഇവിടെ ഉള്ളത്. രണ്ടാമത്തെ ഇൻകമാണ് ഇന്ന് ഡയറക്ട് സെല്ലിങ്ങിനെ കിടുകിട വിറപ്പിച്ചുകൊണ്ടില്ലേ, മറ്റു പല കമ്പനികൾക്കും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇല്ലേ, സൂപ്പർ ഫാമിലി ബോണസ് എന്ന് പറയുന്ന ഈ ഫാമിലി ബോണസ് ആണ് നമ്മുടെ ബയോട്ടോറിയത്തിന്റെ മിറാക്കിൾ ആയിട്ടുള്ള അമേസിംഗ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് പ്ലാന്റെ സാധ്യത എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതാണ് ഇന്ന് ലോകത്തില്, അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരെ ഫാസ്റ്റസ്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്യിപ്പിച്ച കമ്പനി ഏതാന്ന് വെച്ചാൽ ഓൺലി ഈ ബയോട്ടോറിയം. ഒരു സംശയവും വേണ്ട. ഏകദേശം 300-ലധികം കോടീശ്വരന്മാരെ സൃഷ്ടിക്കാൻ വേണ്ടി സാധിച്ച കമ്പനിയാണ് ഈ ബയോട്ടോറിയം ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ. ഒരു സംശയവും വേണ്ട. എന്തുകൊണ്ടാണ് ഇത് സാധിച്ചതെന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ സൂപ്പർ ഫാമിലി ബോണസ് എന്ന് പറയുന്ന ഈ അതിമനോഹരമായ ഇൻകം പ്ലാൻ ആണ് അതിന് സാധിച്ചതുള്ളത്. ഇതെങ്ങനെയാണ് ലഭിക്കുക? ഇതൊന്നും വേണ്ട, നമ്മൾ ഒറ്റ വർക്ക് ഇവിടെ ചെയ്യാനുള്ളൂ അല്ലേ. നമ്മളിവിടെ ഹൈബ്രിഡ് ബൈനറിയിലാണ് നമ്മുടെ പ്ലാൻ കടന്നു പോകുന്നത്. ഒരു വർക്ക് നിങ്ങൾ ചെയ്താൽ ബാക്കി വരുമാനമല്ല നിങ്ങൾക്ക് തനിയെ വരും, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളൊരു ID ക്രിയേറ്റ് ചെയ്യുന്നു, 2 പേര് റെഫർ ചെയ്യുന്നു, അവർക്ക് സപ്പോർട്ട് കൊടുത്താൽ 8 ടൈപ്പ് വരുമാനം നിങ്ങൾക്ക് കിട്ടുന്നുള്ളതാണ്. അപ്പൊ രണ്ടാമത്തെ വരുമാനമാണ് സൂപ്പർ ഫാമിലി ബോണസ്. ഞാൻ പറഞ്ഞു ആദ്യം ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി, 100 വന്നു, 50 വന്നു, 50 മാച്ചായി, 880 രൂപ വെച്ചിട്ട് നമുക്ക് 440 രൂപ കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും 50 മാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടുന്നുള്ളതാണ്. അവിടെ നമുക്ക് 8 രൂപ 80 പൈസ കിട്ടുകയാണെങ്കിൽ ഇവിടെ ഫാമിലി ബോണസിലേക്ക് കാൽക്കുലേഷൻ ഒരു PVക്ക് നമുക്ക് 59 രൂപ 40 പൈസ കിട്ടുന്നുള്ളതാണ്. 59 രൂപ 40 പൈസ. അപ്പൊ 50 PV ബിസിനസ് വന്നാൽ നമുക്ക് ഓൾറെഡി അവിടെ എത്ര കിട്ടും അല്ലേ? അവിടെ 440 രൂപ കിട്ടും. പ്ലസ് അതിന്റെ കൂടെ 2,970 രൂപ കൂടെ അതിന് സ്ലൈഡിലെടുത്ത് കാണിക്കുന്നുണ്ട്. 100 MPV മാച്ച് ചെയ്യുകയാണെങ്കിൽ 100 MPV ഒരേ കട്ട് ഓഫിൽ മാച്ച് ചെയ്യണം. ഈ ഫാമിലി ബോണസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരേ കട്ട് ഓഫ് എപ്പോഴാണ്? രാവിലെ 5 മണിക്ക് ഒരു കട്ട് ഓഫ് ഉണ്ട്, വൈകിട്ട് 5 മണി. ഈ കട്ട് ഓഫിന്റെ ഇടയിൽ തന്നെ നമ്മുടെ 2 വിങ്ങിലും 100 PVയുടെ ബിസിനസ് നടന്നാൽ നമുക്ക് അവയർനെസ് ബോണസ് കിട്ടുന്നതോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട് രണ്ടാമത്തെ വരുമാനം കൂടെ കിട്ടുന്നതാണ്. അപ്പോ 100 MPVക്ക് 5,940 രൂപ കിട്ടും. ഒരു ദിവസം 11,880 രൂപ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൂപ്പർ ഫാമിലി ബോണസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതാണ് ഇത്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നമ്മൾ ആ ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ ഒരേ കട്ട് ഓഫിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ടീം ബിൽഡ് ചെയ്ത് വരുമ്പോൾ ഒരേ കട്ട് ഓഫിൽ തന്നെ നമുക്ക് ഫാമിലി ബോണസ് വരും. അപ്പോൾ ഒരു ദിവസം 11,880 രൂപ നമുക്ക് ഫാമിലി ബോണസ് കിട്ടും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ടും കൂടി ചേർത്ത് നേരത്തെ പറഞ്ഞു നമ്മൾ സൂപ്പർ അവയർനെസ് ബോണസ് 17,600 കിട്ടും, സൂപ്പർ ഫാമിലി ബോണസ് 11,880 രൂപ കിട്ടും. ടോട്ടൽ ഒരു ദിവസം 29,480 രൂപ, 30,000 രൂപ ഒരു ദിവസം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു സൂപ്പർ പ്ലാനാണ് നമ്മുടെ മദർ പ്ലാൻ എന്ന് പറയുന്നത്. ഒരു ദിവസം 30,000 രൂപ. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ചുരുക്കി കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് പുതുതായിട്ട് വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തു. എന്താണ് ക്രൈറ്റീരിയ? 100 50 PV മാച്ച് ചെയ്തു, ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി. അതിനുശേഷം കട്ട് ഓഫിൽ 50 ഒരേ സമയത്ത് ഒരേ കട്ട് ഓഫിൽ മാച്ച് ആയാൽ അദ്ദേഹത്തിന് അവയർനെസ് കിട്ടും, ഫാമിലി ബോണസ് കിട്ടും അല്ലെ. അത് രണ്ടും കൂടെ ചേർത്ത് കൂട്ടുമ്പോൾ നമുക്ക് 3,410 രൂപ കിട്ടുന്നുള്ളതാണ്. 3,410 രൂപ. 50 PV എന്ന് പറഞ്ഞാൽ വെറും 9,800 2 ബിസിനസ് നടന്നാൽ മതി നമ്മുടെ ടീമിൽ. അതേപോലെ 100 PV ആണ് നടക്കുന്നതെങ്കിൽ 100 PV പറയുമ്പോൾ 16,500 ഇല്ലേ. 16,500 മാച്ചിങ് വന്നാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് 6,820 രൂപയാണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ.
മനസ്സിലായ? വെറും 100 PV 16,500 2 സെയില് നമ്മുടെ ടീമിൽ നടന്നാൽ മതി. അതാണ് ഏറ്റവും പ്രത്യേകത. നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മുടെ ടീമില് ഇല്ലേ. അതാണ് ടീമിനെ നമ്മൾ എന്ത് ചെയ്യണം, മക്കളെക്കാൾ സ്നേഹിക്കണം എന്ന് പറയേണ്ട കാര്യം അതാണ്. ടീമിൽ എവിടെയെങ്കിലും നിങ്ങളുടെ ജീനിയസിൽ ആരെങ്കിലും ഒരു 100 PV, വിന്നറിൽ ആരെങ്കിലും ഒരു 100 PV സെയില് നടന്നാൽ നമുക്ക് 6,820 രൂപ കൊടുക്കുന്ന ഏത് കമ്പനി ഇന്ന് ലോകത്തുണ്ട് എന്റെ സുഹൃത്തുക്കളെ അല്ലെ. 16,500 മാച്ചിങ്ങിനാണ് 6,820 ഹ്യൂജ് പേ ഔട്ട് ആണത്. അപ്പൊ ഇതിനു വേണ്ടി മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ പോലും വലിയൊരു ഹ്യൂജ് ഇൻകത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും. അതായത് 2 കട്ട് ഓഫിലും 6,820 6,820 കിട്ടുകയാണെങ്കിൽ വലിയൊരു ഇൻകത്തിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് സാധിക്കും. അതിന്റെ ചാർട്ടുകൾ കൂടുതൽ പിറകെ വരുന്നുണ്ട്. ഈ ഇൻകം എപ്പോ നമ്മുടെ ബാങ്കിലേക്ക് വരും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ബാങ്കിലേക്ക് വരുന്നത് 3 കഴിഞ്ഞ് 4-ാമത്തെ ദിവസം. 3 അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, 4-ാമത്തത് ഗ്രീൻ മാർക്ക് ചെയ്തിട്ട് 3 കഴിഞ്ഞ് 4-ാമത്തെ ദിവസം. ഇന്നലെ പേ ഔട്ട് വന്ന ദിവസമാണ്. ഇന്നലെ എന്താണ് ആഴ്ച? ഇന്നലെ ബുധനാഴ്ചയാണ് അല്ലെ. അപ്പൊ ബുധനാഴ്ച വന്നത് അതിന്റെ തലേ ദിവസം വരെയുള്ള പേ ഔട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ബുധൻ ഒരു ദിവസം കൂട്ടുക, ബുധൻ വ്യാഴം വെള്ളി, ഇനി അടുത്ത പേ ഔട്ട് ശനിയാഴ്ചയാണ്. അങ്ങനെയാണ് കാൽക്കുലേഷൻ എടുക്കേണ്ടത്. എപ്പോഴാണോ പേ ഔട്ട് ക്രെഡിറ്റ് ആവുന്നത് അന്ന് മുതൽ ഒരു ദിവസം, ബുധൻ വ്യാഴം വെള്ളി, അടുത്ത പേ ഔട്ട് ശനിയാഴ്ച വരും. ഈ ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ ബാങ്ക് അവധി ആയതുകൊണ്ട് ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ചയാണ് പേ ഔട്ട് വരുള്ളൂ ബാങ്കിലേക്ക്. അവധി ദിവസങ്ങളിൽ ക്രെഡിറ്റ് ആവുന്നില്ല. അപ്പോൾ ശനിയാഴ്ച പേ ഔട്ട് വരുന്ന അടുത്ത പേ ഔട്ട് എപ്പോഴായിരിക്കും അറിയോ? ശനി ഞായർ തിങ്കൾ, അടുത്ത പേ ഔട്ട് ചൊവ്വാഴ്ച വരും. അപ്പൊ വരുന്ന ആഴ്ചയിൽ തിങ്കളാഴ്ച പേ ഔട്ട് ഉണ്ട്, ചൊവ്വാഴ്ച പേ ഔട്ട് ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ കാൽക്കുലേഷൻ വേണ്ടി പോകുന്നത്. 3 കഴിഞ്ഞ് 4-ാമത്തെ ദിവസം നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. അതിനെക്കുറിച്ച് ആരും സങ്കടപ്പെടേണ്ട, അതെല്ലാം കൃത്യമായിട്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിക്കോളും. അപ്പൊ ഇങ്ങനെ വർക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന അവയർനെസ് ബോണസിന്റെ കാര്യങ്ങളെ കുറിച്ചൊരു ലിസ്റ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 59 രൂപ 40 പൈസ വെച്ചുള്ള കാൽക്കുലേഷൻ ഇല്ലേ. 13 PV ആണെങ്കിൽ എത്ര കിട്ടും, 25 PV ആണെങ്കിൽ എത്ര കിട്ടും, 50 PV ആണെങ്കിൽ എത്ര കിട്ടും ഒരു കാൽക്കുലേഷൻ ആണ് ഇത്. നിങ്ങൾക്ക് നമ്മുടെ PDF എടുത്ത് നോക്കിയാൽ മതി. സമയം കുറവായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകാത്തത്. അപ്പൊ ഒരു ദിവസം ഞാൻ പറഞ്ഞു 30,000 രൂപ 29,480 രൂപ വരെ നമുക്ക് വാങ്ങാം. എങ്ങനെ വാങ്ങാം? ടീം ബിൽഡ് ചെയ്യണം. ടീം ബിൽഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? റിക്രൂട്ട്മെന്റ് നടക്കണം, ആളുകളിലേക്ക് ചെല്ലണം, പ്രൊജക്ടിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, ഈ ഓപ്പർച്യൂണിറ്റി അവസരത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, ഇതിന്റെ സാധ്യതകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, ഇതിന്റെ അംഗീകാരത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അപ്പോ ഒരു ദിവസം 29,480 രൂപ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരാഴ്ചയിൽ നമുക്ക് എല്ലാ ദിവസവും ഈ വരുമാനം ഉണ്ടെങ്കിൽ 2,06,360 രൂപ നേടാം. ഒരു മാസമാണെങ്കിൽ 8,84,400 രൂപ നേടാം. ഒരു വർഷം 1,07,60,200 രൂപ നേടാം അല്ലെ. 1 year 1 CR അല്ലെ. ഇതാണ് നമ്മുടെ മദർ പ്ലാനിലെ ഇൻകം എന്ന് പറയുന്നത്. ഇത് കേട്ടപ്പോഴും ഞാനും വിചാരിച്ചു ഇതൊന്നും നടക്കാൻ പോണ കാര്യമൊന്നുമല്ല അല്ലെ. നിങ്ങളുടെ പലരും ഇതൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും ഇതൊക്കെ എങ്ങനെ നടക്കാനാണ് സാറേ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഞാനും ഇത് കേട്ടപ്പോൾ ഇത് നടക്കില്ല എന്ന് തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ എന്റെ ബിലീഫ് സിസ്റ്റത്തെ അങ്ങോട്ട് മാറ്റി ഇത് നടക്കും, നടത്തണം എന്നുള്ള ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ട്. ഞാൻ പറഞ്ഞു ഒരു ലക്ഷ്മണ രേഖക്കകത്ത് നിങ്ങൾ ചിന്തിക്കാതെ നടക്കും, നടത്തണം എന്നുള്ള ഒരു ആവേശത്തോടു കൂടിയിട്ട് നിങ്ങളുടെ ബ്രെയിനിലേക്ക്, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇത് ഏറ്റെടുക്കാൻ ഈ സുപ്രഭാതം തയ്യാറുണ്ടോ എന്റെ പൊന്നു സുഹൃത്തുക്കളെ? ഇന്നലെ വരെ കഴിഞ്ഞതൊക്കെ പോയിക്കോട്ടെ. നിങ്ങൾ 1 വർഷമായിട്ടുണ്ടോ, 1.5 വർഷം കഴിഞ്ഞവരുണ്ടാവും, 2 വർഷമായവരുണ്ടാവും. ഇന്നലത്തെ ചിന്തഗതികളൊക്കെ അങ്ങോട്ട് മാറ്റി ഇന്ന് നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ഈ സുപ്രഭാതത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? 1 year 1 CR എനിക്ക് അടിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉറച്ച തീരുമാനം നിങ്ങളുടെ മനസ്സിലേക്ക്, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തെ നിങ്ങൾക്ക് പൊട്ടിച്ചെറിയാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, നിങ്ങൾക്കും 1 വർഷം കൊണ്ട് 1 കോടി നേടാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നേടിയിട്ടുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെ പ്രവർത്തിച്ചപ്പോ 10 മാസം കൊണ്ട് 1 കോടി രൂപ നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലാൻ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടാണ്. പ്ലാൻ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിങ്ങൾ അങ്ങ് എന്താ പറയാ അടിച്ചേൽപ്പിക്കണം. പിന്നെ നിങ്ങൾ കുറക്കുണ്ടാവില്ല എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അതുകൊണ്ട് നമ്മുടെ ബിലീഫ് സിസ്റ്റത്തെ നിങ്ങൾ ആദ്യം മാറ്റി. എനിക്ക് പറ്റൂല എന്നാണ് പലരും പറയുന്നത്. നടക്കൂല സാറേ. നടക്കും എന്നുള്ള ആവേശത്തോടുകൂടി ഇത് ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാവും. വലിയ അത്ഭുതങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും. ഒരു സംശയം വേണ്ട. ഇന്നെങ്കിലും നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്നാണ് ഈ മദർ പ്ലാനിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതാണ് റീപർച്ചേസ് പ്ലാൻ. റീപർച്ചേസ് പ്ലാനിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ മദർ പ്ലാൻ ഒന്നുമല്ല എന്നുള്ളതാണ് ഇല്ലേ. ഈ മദർ പ്ലാൻ ഒന്നുമല്ല എന്നുള്ളതാണ്. ഇപ്പൊ റീപർച്ചേസ് പ്ലാനിലേക്ക് വരുമ്പോൾ നമുക്ക് പറയാം, നമ്മുടെ ബയോട്ടോറിയത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആവേശത്തോടെ പറയാനുണ്ട് ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് എന്നുള്ളത് അല്ലെ. ഹാപ്പിനെസ് എന്നുള്ളത് നമുക്ക് പണം കയ്യിലേക്ക് വരുമ്പോൾ നമുക്ക് ഹാപ്പിനെസ്സിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഒരു സംശയവും വേണ്ട. ഹാപ്പിനെസ്സിലേക്ക് എത്തണമെങ്കിൽ സന്തോഷിക്കണം. നമുക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് ഇവിടെ കിട്ടുന്നു എന്നുള്ളതാണ്. ഒരു മിനിറ്റ്, ഈ രോഗം ഒന്ന് മാറ്റി കൊടുക്കട്ടെ.
കേൾക്കുന്നുണ്ട് സാറേ? കേൾക്കാം സാർ. സാർ അതിന്റെ ഇടയ്ക്ക് ഏതൊക്കെ രോഗി വന്നായിരുന്നു, രോഗം ഒന്ന് മാറ്റാൻ വേണ്ടി പോയത്. ഇപ്പം ഇപ്പം വന്നിട്ടുണ്ട്. രോഗം മാറ്റാനുള്ള മരുന്നൊക്കെ എന്റെ അടുത്ത് ഉണ്ട്, മനസ്സിലായോ? ഓക്കെ, കുഴപ്പമില്ല. അതൊക്കെ ഇതിന്റെ ഭാഗമാണ് സാറേ, ഡോണ്ട് വറി. അപ്പൊ നമുക്ക് ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് കമ്പനി തന്നെ നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നു, ഫോറിൻ ട്രിപ്പുകൾ അംഗീകരിച്ചിരിക്കുന്നു. തായ്ലൻഡ് ട്രിപ്പ് അംഗീകരിച്ചിട്ടുണ്ട്. തായ്ലൻഡ് ട്രിപ്പ് ഇല്ലേ? എന്താ ഇതിനുള്ള ക്രൈറ്റീരിയ? ഒന്നും വേണ്ട. നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വന്ന് 3 ലക്ഷം രൂപ എപ്പോഴാണോ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്, ആ 3 ലക്ഷം രൂപ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫോറിൻ ട്രിപ്പ്, തായ്ലൻഡ് ട്രിപ്പാണ് ഇല്ലേ? 1 രൂപ മുടക്കണ്ട. നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ഏതെങ്കിലും ഒരു എയർപോർട്ടിലേക്ക് നിങ്ങൾ എത്തിയാൽ മതി. അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ഫ്രീ ആണ്. അവിടുത്തെ താമസവും സൗകര്യവും. ഒരു 75,000 രൂപ വരുന്ന പാക്കേജ് നമുക്ക് സൗജന്യമായിട്ട് കമ്പനി തരുന്നു എന്നുള്ളതാണ്. ഏകദേശം 300 പേര് ഇത് അച്ചീവ് ചെയ്തു കഴിഞ്ഞുള്ള ഒരു സന്തോഷ വാർത്തയാണ് എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത്. കേരളത്തിൽ ഒരു സംശയം വേണ്ട. ജനുവരി 1st വീക്കിൽ കേരളത്തിൽ നിന്ന് നിരവധി പേർ തായ്ലൻഡിൽ പറന്നിറങ്ങും. ഒരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ അല്ലേ? ഞാൻ സാഗർ സാർ ഇന്നലെ രാത്രി സംസാരിച്ചിരുന്നു. നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ഒരു ചാറ്റേഡ് ഫ്ലൈറ്റ് നമ്മൾ ഇറക്കും. നിങ്ങൾ കണ്ടോളൂ എന്റെ പൊന്നു സുഹൃത്തുക്കളെ. വെറും 3 ലക്ഷം രൂപ മതി ഇവിടെ. 3 ലക്ഷം രൂപ നേടണമെങ്കിൽ ഞാൻ പറഞ്ഞു ഇല്ലേ, ഒരു ദിവസം 30,000 രൂപ കിട്ടാനുള്ള അവസരമാണ്. വേണ്ട, ഒരു ദിവസം ഒരു ഫാമിലി ബോണസ് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂ. ഒരു ദിവസം ഒരു ഫാമിലി ബോണസ് അച്ചീവ് ചെയ്താൽ പോലും നിങ്ങൾക്ക് 44 ഫാമിലി ബോണസ് അച്ചീവ് ചെയ്താൽ നിങ്ങൾക്ക് 3 ലക്ഷം രൂപ വരുമാനം കിട്ടും. 44 ദിവസം മതി. 22 ദിവസം കൊണ്ടും വേണമെങ്കിൽ അച്ചീവ് ചെയ്യാം ഇല്ലേ? ഒരു ദിവസം 2 ഫാമിലി ബോണസ് ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾ 3 മാസം കൊണ്ട് അച്ചീവ് ചെയ്യും. 100 ദിവസം കൊണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? ഇന്ന് നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി സാധിക്കണം. ഞാൻ തായ്ലൻഡ് ട്രിപ്പ്, കേരളത്തിന് ആദ്യത്തെ ട്രിപ്പ് പറക്കുമ്പോ ഞാൻ ആ ഫ്ലൈറ്റിനകത്ത് ഉണ്ടാവും. ഞാൻ ജനുവരി 1st വീക്കിൽ തന്നെ അവിടെ ചെന്ന് ഇറങ്ങുന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി സാധിക്കണം എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അല്ലാണ്ട് ഇത് ചുമ്മാ കേട്ടുപോയതുകൊണ്ട്, പ്ലാൻ കേട്ടതുകൊണ്ട് കാര്യമൊന്നുമില്ല. അത് നിങ്ങൾക്ക് മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കാൻ വേണ്ടി സാധിക്കണം. നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓഫറാണ്. സാധാരണ എല്ലാ കമ്പനികളും ടോപ്പ് ലീഡേഴ്സിനാണ് ഓഫർ കിട്ടുള്ളൂ. സാധാരണക്കാരന് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫറും ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയും കൊടുക്കാറില്ല എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും ബോട്ടം ലെവലിൽ ബയോട്ടോറിയത്തിൽ നിങ്ങൾക്ക് ഒരു എൻട്രി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് പാസ്പോർട്ട് എടുത്ത് വീട്ടിൽ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി സാധിക്കും. ഇതിന് സമയപരിധിയില്ല, നോ ടൈം ലിമിറ്റ് എന്നുള്ളതാണ്. ഒരു സമയപരിധിയില്ല. 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട്, 10 ഒന്നുമില്ല. നിങ്ങൾ എപ്പോഴും 1 വർഷം കൊണ്ട് അച്ചീവ് ചെയ്തോ, നിങ്ങൾക്ക് പറക്കാം തായ്ലൻഡിലേക്ക്. ക്ലിയർ അല്ലേ? അതാണ്, ഒരു സമയപരിധിയില്ല. പക്ഷെ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ഇവിടുന്ന് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ജാനുവരിയിൽ നമ്മൾ ഈ വർഷം പുതുവർഷം ആഘോഷിക്കുന്നത് തായ്ലൻഡിൽ വെച്ചാകട്ടെ എന്നാണ് എനിക്ക് സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഓരോ വരുമാനം കിട്ടുമ്പോഴും കമ്പനി ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നമുക്ക് ഇന്ന് 10,000 രൂപ വരുമാനം ഉണ്ടെങ്കിൽ അതിന്റെ ഒരു 5% കൂടെ നമുക്ക് കമ്പനി അഡീഷണൽ ആയിട്ട് തരുന്നിട്ട് ഇതിലേക്ക് ഒരു പോയിന്റ്, LRP പോയിന്റ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഡാഷ്ബോർഡിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. LRP പറഞ്ഞാൽ ലോയൽറ്റി റിവാർഡ് പോയിന്റ്. 10,000 രൂപ വരുമാനം കിട്ടുമ്പോൾ 500 രൂപ അവിടെ 500 പോയിന്റ് അവിടെ അടിയും. 20,000 കിട്ടുമ്പോൾ അത് 1000 പോയിന്റ് ആവും ഇല്ലേ? 1 ലക്ഷം കിട്ടുമ്പോൾ അത് 5,000 പോയിന്റ് ആവും. അങ്ങനെ എപ്പോഴാണോ 15,000 ലോയൽറ്റി പോയിന്റ് വരുന്നത്, എന്നാൽ ചുരുക്കി പറഞ്ഞ 3 ലക്ഷം രൂപ എപ്പോഴാണോ കിട്ടുന്നത് നമുക്ക് തായ്ലൻഡിലേക്ക് കൊടുക്കാം. ഇതോടെ തീർന്നു ഇല്ല. അടുത്ത ട്രിപ്പ് ദുബായ് ട്രിപ്പ് ഉണ്ട്, അടുത്ത ട്രിപ്പ് സിംഗപ്പൂർ ട്രിപ്പ് ഉണ്ട്, അടുത്ത ട്രിപ്പ് യൂറോപ്യൻ ട്രിപ്പുകളുണ്ട്. ഇങ്ങനെ വേൾഡ്, ലോകം മുഴുവൻ പറന്ന് സഞ്ചരിച്ചൊരു പൂമ്പാറ്റയെ പോലെ നമുക്ക് പറന്ന് നടക്കാനുള്ള ഒരു അവസരം അല്ലെ? ഹാപ്പിനെസ് കൂടെ ഇവിടെ കമ്പനി തന്നെ പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്റെ പൊന്നു സുഹൃത്ത്. 1 രൂപ മുടക്കാതെ അല്ലെ? ഇതാണ് അടുത്ത അതിന്റെ ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത സ്റ്റെപ്പിലേക്ക് ഞാൻ നീങ്ങുകയാണ്. സ്ക്രീനിൽ ആരെ വരയ്ക്കുന്നുണ്ട് സാർ? വരച്ചോട്ടെ സാറേ, അത് അവരെ രോഗത്തിന് ചികിത്സയില്ലല്ലേ. സാറേ, ഒരു പ്രായമുള്ള ഒരാളാണ് അറിയാതെ സംഭവിക്കുന്നത്. അതെയാ? അവരെ വേണേ നമുക്ക് റിമൂവ് ചെയ്യാം, പക്ഷെ അത് അറിയാതെ. ഇതൊരു രോഗമാണ്. കുഴപ്പമില്ല സാറേ, സാറ് കണ്ടിന്യൂ ചെയ്തോളൂ. യെസ്, കുഴപ്പമില്ല. നിങ്ങൾ ഇവിടെ നോക്കിയിരുന്നാ പോരെ. പിന്നെ ഇതിൽ മൊബൈലിൽ ടച്ച് ചെയ്തിട്ട് ആവശ്യമില്ലാതെ ഇതാക്കണമുണ്ട്. കുഴപ്പമില്ല. ഇനി അടുത്ത ഇൻകമാണ് നോക്കണ്ടല്ലോ, നമ്മള് ബിസിനസ് പ്ലാൻ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, കുഴപ്പമില്ല. സോറി കേട്ടോ, ഞാൻ പറയാം, സമയം ഒത്തിരി ആയി. റീപർച്ചേസ് പ്ലാൻ എന്ന് പറയുന്നത് ഒരു റീപർച്ചേസ് പ്ലാൻ ആണ് കമ്പനിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. നമ്മളൊരു ടീമിനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടീമിലുള്ള ആളുകൾ അവർക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബോണസ് ആണ് റീപർച്ചേസ് ബോണസ് എന്ന് പറയുന്നത്.
ഇത്രയും നാൾ നമുക്ക് മദർ പ്ലാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിങ്ങനെ ആളുകൾ വരുന്ന പ്രൊഡക്റ്റ് വാങ്ങുന്നതിനനുസരിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനനുസരിച്ച് മാത്രമാണ് നമ്മൾക്ക് ഇൻകം കിട്ടിക്കൊണ്ടിരുന്നത്. അത് മദർ പ്ലാൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ടീമിൽ 100 പേരേ ഉള്ളുവെങ്കിൽ പോലും ആ 100 പേർ അവർക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു വരുമാനം കൂടെ കിട്ടുന്നതാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ മനോഹാരിത എന്ന് പറയുന്നത്. അത് നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ ജൂലൈ 1 മുതൽ അത് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. വേൾഡ് ക്ലാസ് റീപർച്ചേസ് പ്ലാൻ ആണ് കമ്പനിയുടെ. എന്ന് പറയുമ്പോൾ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിൽ വെറും ബൈനറി സിസ്റ്റത്തിലൂടെ തന്നെ റീപർച്ചേസിൽ ഹ്യൂജ് എമൗണ്ട് പേ ഔട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഹ്യൂജ് എമൗണ്ട്, അതും ക്യാരി ഫോർവേഡ് സിസ്റ്റത്തിലൂടെ. നമ്മളെ പവർ ലെഗ് എപ്പോഴും അവിടെ ക്യാരി ഫോർവേഡ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ വരുമാനം തരുന്നത് എന്നുള്ളത്. അതാണ് ഏറ്റവും വലിയ മനോഹാരിത. മറ്റു പല റീപർച്ചേസ് നടക്കുന്ന കമ്പനികളിലും 3 or 4 ലെഗുകൾ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ 3 പേരെയോ 4 പേരെയോ 5 പേരെയോ കൊണ്ടുവരുന്നതനുസരിച്ച് മാത്രമാണ് വരുമാനം അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുള്ളത്. ഇവിടെ അതില്ല. വെറും 2 പേരിലൂടെ തന്നെ എല്ലാ വരുമാനവും നമുക്ക് നേടാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. ഇപ്പൊ റീപർച്ചേസിലേക്ക് വരുമ്പോൾ നിരവധി പ്രൊഡക്ട്സുകൾ ഇപ്പൊ വന്നിട്ടുണ്ട്. വന്ന പ്രൊഡക്ട്സിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഈർപ്പശുവിന്റെ നെയ്യ് മുതൽ നമ്മൾ അൾട്രാബെറി ജ്യൂസ് മുതൽ മോർ പവർ മുതൽ നമ്മുടെ ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ മുതൽ നിരവധി ഉൽപ്പന്നങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. കേവലം 1100 രൂപ മുതൽ നമുക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ 1100, 1600 അങ്ങനെ നിരവധി പ്രൊഡക്റ്റ് ഉണ്ട്. അൾട്രാബെറിയെ കുറിച്ച് പറഞ്ഞാൽ നമുക്കറിയാം 1600 രൂപക്ക് നമുക്ക് ആ പ്രൊഡക്റ്റ് കിട്ടുന്നു എന്നുള്ളതാണ്. 1600 രൂപക്ക് നമുക്ക് ആ പ്രൊഡക്റ്റ് കിട്ടിക്കഴിയുമ്പോൾ അതിന്റെ MRP വരുന്നത് നിരവധി പ്രൊഡക്ട്സുകൾ ഇവിടെയുണ്ട്. ഇതിലേക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇതിനകത്തൊന്നും കാണിച്ചു പോകുന്നില്ല. 1600 രൂപക്ക് നമുക്ക് അൾട്രാബെറി കിട്ടിയാൽ അതിന്റെ MRP 3250 നിങ്ങൾക്ക് വേണമെങ്കിൽ റിട്ടെയിൽ ചെയ്യാം. അപ്പോ 3000 കൊടുത്താൽ പോലും നമുക്ക് 1400 രൂപ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നതാണ്. ഒരു പ്രൊഡക്റ്റ് നമ്മൾ റീറ്റെയിൽ ചെയ്ത് കഴിഞ്ഞാൽ 1400 രൂപ കിട്ടും. അപ്പൊ 5 or 10 പ്രൊഡക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, ബന്ധുക്കൾക്ക്, അയൽവാസികൾക്ക് ഈ അൾട്രാബെറിയുടെ ഗുണഗണങ്ങളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് പോക്കറ്റിലേക്ക് കാശ് വരുന്നത് നമ്മുടെ കമ്പനിയിൽ നിന്ന് ക്യാഷ് അയച്ച്, അതാണ് നമ്മുടെ റീറ്റെയിൽ ഇൻകം എന്ന് പറയുന്നത്. 5 or 10 ആളുകൾക്ക് നിങ്ങൾക്ക് ഒരു മാസം കൊടുക്കാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ 14,000 രൂപ കിട്ടി അല്ലെ. ഒരു ജോലിക്ക് പോയാൽ നമുക്ക് ഇന്ന് 14,000 കിട്ടില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം. ഒരു 10 പ്രൊഡക്റ്റ് കൊടുത്താൽ 14,000 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്ന് വീട്ടിലേക്ക് വൈകുന്നേരം പോകുമ്പോൾ പച്ചക്കറിയും മീനും ഇറച്ചിയും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങി കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും നമുക്ക്. അവിടെ റീറ്റെയിൽ ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഉണ്ട്. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ ഇതുപോലെ നിരവധി ഉൽപ്പന്നങ്ങൾ നമുക്ക് റീറ്റെയിൽ ചെയ്യാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്ത ദിവസം ഇന്നലെ സാറ് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇട്ട ഒരു സന്തോഷ വാർത്ത ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. നമ്മുടെ ഗ്രോസറി ഐറ്റംസ് അടുത്ത മാസം, ഈ മാസം തന്നെ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവാം. നമുക്ക് ആവശ്യമുള്ള A to Z ഉൽപ്പന്നങ്ങളില്ലേ, ഗുഡ് മോർണിംഗ് ടു ഗുഡ് നൈറ്റ് വരെയുള്ള ഉൽപ്പന്നങ്ങൾ, നമ്മൾ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുന്ന പേസ്റ്റ് മുതൽ സോപ്പ് മുതൽ ഷാമ്പു മുതൽ ഹാൻഡ് വാഷ് മുതൽ എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്ക് ബയട്ടോറിയത്തിലൂടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒരു കമ്പനി ആശ്രയിക്കണം. നമ്മുടെ വിരൽത്തമ്പിലൂടെ നമ്മുടെ ഡാഷ്ബോർഡിൽ കയറി ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് ഡെലിവറി ചെയ്യുന്ന ഒരു സംവിധാനമാണ് വരാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ ഗ്രോസറി ഐറ്റംസ്, പയറ്, പരിപ്പ് വർഗ്ഗങ്ങൾ, മുളക് പൊടി, മല്ലിപ്പൊടി ഐറ്റംസ്, ദാലുകൾ, അതേപോലെ തന്നെ അരി വർഗ്ഗങ്ങൾ ഒന്നും പറയണ്ടായില്ലേ. ബസ്മതി റൈസിന്റെ ഒക്കെ ഇന്നലെ കണ്ടു. നമ്മൾ പുട്ടുപൊടി മുതൽ അങ്ങോട്ട് ആട്ട മുതൽ എല്ലാ ഐറ്റംസും നമുക്ക്, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്നത് പോലെ A to Z ഉൽപ്പന്നങ്ങൾ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിലൂടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. വേൾഡിലെ തന്നെ നമ്പർ 1 ഒരു എന്താ പറയാ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമായിട്ട് ബയട്ടോറിയം കമ്പനി മാറാൻ വേണ്ടി പോവാം. ഒരു സംശയം വേണ്ട. അതുപോലെ ടെക്സ്റ്റൈൽ ഐറ്റംസ്, കോസ്മെറ്റിക് ഐറ്റംസ്, ബ്യൂട്ടി കെയർ ഐറ്റംസ് എന്ന് വേണ്ട എല്ലാ പ്രൊഡക്ട്സുകളും നമുക്ക് ഈ സിസ്റ്റത്തിലൂടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമ്മുടെ നല്ലൊരു ടീം ഉണ്ടെങ്കിൽ ആ ടീമിലുള്ള ഓരോ മെമ്പേഴ്സും ഓരോ ഉൽപ്പന്നങ്ങളും അവർക്ക് ആവശ്യത്തിന് പർച്ചേസ് ചെയ്യുമ്പോൾ അതിലൂടെ നമുക്ക് കിട്ടുന്ന ഇൻകമാണ് റീപർച്ചേസ് ഇൻകം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്തിരിക്കുന്നത്? 1100 മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ 0.25 PV ആണ് നമുക്ക് വരുന്നത്. അതായത് 1/4 PV ചുരുക്കി പറഞ്ഞാൽ 4/1 അല്ലേ. 0.25 into 4 ആണ് നമുക്ക് 1 PV ആവുന്നത്. അപ്പൊ 0.25 അതായത് 1600 രൂപ അൾട്രാബെറി ജ്യൂസ് നമ്മുടെ ജീനിയസിലും നമ്മുടെ വിന്നറിലുള്ള 2 കസ്റ്റമർ വാങ്ങിയാൽ നമുക്ക് എത്ര കിട്ടും? 0.25 PVക്ക് നമുക്ക് കിട്ടുന്നത് 157 രൂപ 50 പൈസയാണ്. ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റ് നിങ്ങൾ തുടങ്ങിയതിന് തുല്യമാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ അല്ലെ. ഇവിടെ ഒരു മുതൽ മുടക്കൂല, ഒരു ഹാളും വേണ്ട, ഒരു ബിൽഡിങ്ങും വേണ്ട, ശമ്പളക്കാരും വേണ്ട, ഒന്നും വേണ്ട, വാടക കൊടുക്കണ്ട, കറണ്ട് ചാർജ് അടക്കേണ്ട, ഒന്നും വേണ്ട. നമ്മുടെ ടീമിലുള്ള 2 പേര് 2 അൾട്രാബെറി ജ്യൂസ് വാങ്ങിയാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 157 രൂപ 50 പൈസ വരുന്നു അല്ലെ. അത് 4 പേര് വാങ്ങിയാൽ എത്ര? 1 PV ആയി. 1 PVക്ക് എത്ര വരും? 157.50 into 4 എന്ന് പറയുമ്പോൾ 630 രൂപ നമ്മുടെ അക്കൗണ്ടിൽ. 4 പേര് അപ്പുറത്തും മാച്ച് ചെയ്യുമ്പോൾ 630 രൂപ. മനസ്സിലായി? 1 PVക്ക് 630 രൂപ. നേരത്തെ അവിടെ എത്രയുണ്ടായിരുന്നു? 1 PVക്ക് 8 രൂപ 80 പൈസയായിരുന്നു അല്ലെ. 8 രൂപ 80 പൈസയായിരുന്നു നമുക്ക് അവയർനെസ് ബോണസിൽ ഉണ്ടായിരുന്നത്. ഫാമിലി ബോണസ് എത്തുമ്പോഴേക്കും അത് 1 PVക്ക് എത്രയായിട്ടുണ്ട്? 59 രൂപ 40 പൈസയായിട്ടുണ്ട്. പക്ഷെ റീപർച്ചേസിലേക്ക് വരുമ്പോൾ 1 PVക്ക് വരുന്നത്
630 രൂപയാണ്. ആലോചിച്ച് നോക്കണം, അതിന്റെ വ്യത്യാസം ആലോചിച്ചു. 59 രൂപ 40 പൈസയിൽ നിന്നും ജമ്പ് ചെയ്തിട്ട് നേരെ 630 തിരിക്കുന്നു. അതാണ് നമ്മൾ റീപർച്ചേസിന്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. എല്ലാവരും റീപർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴാണ് റീപർച്ചേസ് ചെയ്യുന്നത്? നിങ്ങളുടെ ഡാഷ്ബോർഡിൽ നിങ്ങളുടെ ഡേറ്റ് കാണിക്കുക. എപ്പോഴാണ് നിങ്ങൾ ഐ ഡി ആക്ടിവേഷൻ ചെയ്തത്, അതാണ് നിങ്ങളുടെ റീപർച്ചേസ് ഡേറ്റ് എന്ന് പറയുന്നത്. ആ ദിവസം നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിയിരിക്കണം. എല്ലാ മാസവും ഒരു പ്രാവശ്യം റീപർച്ചേസ് ചെയ്താൽ പിന്നെ ഡാഷ്ബോർഡിൽ അതിന്റെ ഡേറ്റുകൾ കാണും. കൃത്യമായിട്ട് 30ാമത്തെ ദിവസം നമ്മൾ റീപർച്ചേസ് ചെയ്യാം. കൃത്യമായിട്ട് റീപർച്ചേസ് ചെയ്താൽ മാത്രമേ നമ്മുടെ LRP പോയിന്റ്, എന്താ LRP പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞു ഇല്ലേ, ഫോറിൻ ട്രിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന വരുമാനത്തിന് കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു 5% കൂടി കമ്പനി അതിനകത്തേക്ക് ആഡ് ചെയ്ത് തരുന്നു എന്നുള്ളതാണ്. ആ LRP പോയിന്റ് ഓരോ മാസവും ക്യാരി ഫോർവേഡ് ചെയ്ത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുക, വാങ്ങി ഉപയോഗിക്കാം, അല്ലെങ്കിൽ വാങ്ങി നിങ്ങൾക്ക് റീറ്റെയിൽ ചെയ്യാം. അത് മറക്കരുത് ആരും. എല്ലാവരും അവരുടെ ഡാഷ്ബോർഡ് നോക്കിയിട്ട് ആ ഡേറ്റിന് ഒരു ദിവസം മുമ്പെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം? റീപർച്ചേസ് ചെയ്ത് നോക്കുക. LRP പോയിന്റ് വാഷ് ഔട്ട് ആയാൽ പിന്നെ അത് കിട്ടില്ല, അത് 0 ആവും. പിന്നെ വീണ്ടും 1 എന്ന് പറഞ്ഞ് തുടങ്ങേണ്ടി വരും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അപ്പൊ ഇവിടെ ഒരു PVക്ക് നമുക്ക് 630 രൂപ കിട്ടുന്നു. ഒരു കട്ട് ഓഫിൽ നമുക്ക് മാക്സിമം കിട്ടുന്നത് 63,000 രൂപയാണ് ഒരു കട്ട് ഓഫിൽ. അതായത് 100 PV മാച്ച് ചെയ്താൽ 63,000 രൂപ ഒരു കട്ട് ഓഫിൽ കിട്ടും. നമുക്കറിയാം 2 കട്ട് ഓഫ് ഉണ്ട്. റീപർച്ചേസിന്റെ കട്ട് ഓഫ് വരുന്നത് 11:57, അതായത് 12 മണി, ഉച്ചക്ക് 12 മണി, രാത്രി 12 മണി. ഇതെല്ലാവരും ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞ നമ്മളെ മദർ പ്ലാനിലെ കട്ട് ഓഫ് വരുന്നത് 5 മണി രാവിലെ, അതുപോലെ വൈകിട്ട് 5 മണിയാണെങ്കിൽ റീപർച്ചേസിന്റെ കട്ട് ഓഫ് കാൽക്കുലേഷൻ വരുന്നത് ഉച്ചക്ക് 12 മണിക്കും രാത്രി 12 മണിക്കാണ്. അപ്പൊ ഒരു ദിവസം നമുക്ക് 63,000 ഇൻറ്റു 2 കട്ട് ഓഫ് 1,26,000 രൂപ വരെ നമുക്ക് ഒരു ദിവസം നമുക്ക് റീപർച്ചേസ് ഇൻകം വാങ്ങാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കിയാൽ മതി. ഓരോ 12 മണിക്കൂറിലും കിട്ടുന്ന വരുമാനത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 1,26,000 രൂപ നമുക്ക് ഒരു ദിവസം നമുക്ക് വരുമാനം വാങ്ങാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതിൽ ആഴ്ചയിൽ എത്ര കിട്ടും, മാസത്തിൽ എത്ര? സമയം കുറഞ്ഞ നേരെ മാസത്തിലേക്ക് പോവാണ്. 1,26,000 ഇൻറ്റു 30 ദിവസം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 37,80,000 രൂപ നമുക്ക് എന്ത് കിട്ടും? ഈ റീപർച്ചേസ് ഇൻകം കിട്ടും. റീപർച്ചേസ് ഇൻകം കിട്ടാൻ എന്ത് വേണം? നല്ല ടീം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ടീം ഉണ്ടാക്കണമെങ്കിൽ റിക്രൂട്ട്മെന്റ് ചെയ്യണം. റിക്രൂട്ട്മെന്റ് ചെയ്യണമെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങണം, കംഫർട്ട് സോൺ പൊട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങണം. ക്ലിയർ ആയി? ഞാൻ അടുത്ത് സംസാരിക്കാം. ഇപ്പൊ 37,80,000 രൂപ നമുക്ക് റീപർച്ചേസിലൂടെ ഒരു മാസം നേടാൻ വേണ്ടി സാധിക്കും. അവിടെ എത്രയും നേടാൻ വേണ്ടി സാധിക്കുള്ളൂ? മദർ പ്ലാനിൽ ഏകദേശം റൗണ്ട് ഫിഗർ പറഞ്ഞ 9 ലക്ഷം രൂപയെ നേടാൻ വേണ്ടി സാധിക്കുള്ളൂ ഒരു മാസം. ഇവിടെ ഒരു മാസം 37,80,000 രൂപ നേടാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ 37 9 46 45 ലക്ഷത്തിലധികം രൂപ നമുക്ക് ഈ 2 ഇൻകത്തിലൂടെ നമുക്ക് ഒരു മാസം നേടാൻ പറ്റുന്ന വലിയൊരു അവസരമാണ് ഇവിടെ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് റീപർച്ചേസ് ഇൻകത്തിന്റെ രണ്ടും കൂടി ചേർത്തിട്ടുള്ള ഒരു കാൽക്കുലേഷൻ കണക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു വർഷം അല്ലെ റീപർച്ചേസും എല്ലാം കൂടി ചേർത്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ബോണസ് ഒരു ഐഡിയിലൂടെ നമുക്ക് 5,60,00,000 രൂപ നമുക്ക് നേടാൻ വേണ്ടി സാധിക്കുന്നതാണ്. മറ്റേ ഇൻകം ഞാൻ പറഞ്ഞു ആവറേജ് നമുക്ക് 1,07,00,000 രൂപ വരെ നേടാൻ വേണ്ടി സാധിക്കും. മദർ പ്ലാനിൽ നമ്മൾ കണ്ടു. അതേപോലെ റീപർച്ചേസ് ഇൻകത്തിൽ നമുക്ക് 4.5 കോടിയിലധികം നേടാൻ വേണ്ടി സാധിക്കും. ടോട്ടൽ നോക്കുമ്പോൾ 5.6 കോടി ഇല്ലേ, 5.5 കോടിയിലധികം രൂപ നമുക്കൊരു വർഷം നേടാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ പ്ലാനിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഞാൻ എന്തായാലും സ്ക്രീൻഷോട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 5.5 കോടി രൂപ നേടാൻ പറ്റുന്ന ഒരു അവസരത്തെ കുറിച്ചാണ് നിങ്ങൾ ഇവിടെ കേട്ടത്. ആരുടെയും മുഖത്ത് ഒരു ഭാവവും ഇല്ല. 5.5 കോടി നേടാൻ പറ്റുമെന്നും പറഞ്ഞിട്ടും ഒരു ഭാവ വ്യത്യാസവും ഇല്ലാതെ അല്ലെ, ഇതൊക്കെ കിട്ടുമോ നടക്കുമോ എന്റെ പൊന്നു സാറേ എന്നാണ് വീണ്ടും പറയുന്ന ആൾക്കാർ. 5.5 കോടി രൂപ അല്ലെ, ഈ ജീവിതം ആകെ കാലം പണിയെടുത്തിട്ട് 60 വയസ്സായി ഇതുവരെയും 5.5 കോടി രൂപ പോയിട്ട് 5 ലക്ഷം രൂപ പോലും എന്റെ അക്കൗണ്ടിൽ ഇല്ലല്ലോ എന്നാണ് നമ്മളെല്ലാവരും പറയുന്നത്. ശരിയല്ലേ? ഇതൊക്കെ നടക്കുമോ സാറേ? ഇതൊക്കെ ചുമ്മാ പറയുന്നില്ല, ഈ രാവിലെ തന്നെ വിളിച്ചു കയറ്റിയിട്ട്. എന്നാൽ എന്റെ പൊന്നു സുഹൃത്ത്, ഇത് നിങ്ങൾ സ്വപ്നം കാണുകയാണെങ്കിൽ ഇത് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. മനസ്സിലായ? 1 കോടി കിട്ടുമെന്ന് ഞാനും അങ്ങനെ ചിന്തിച്ചിരുന്നു തുടക്കത്തിൽ. അത് നേടിയിട്ടാണ് ഞാൻ നിങ്ങളോട് അഭിമാനത്തോടു കൂടി പറയുന്നത്. ഇത് നേടാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നേടാൻ വേണ്ടി സാധിക്കും. പോട്ടെ, 5.5 കോടി പോട്ടെ, 5.5 കോടി പോട്ടെ, ഇതിന്റെ 50% നിങ്ങൾക്ക് പണിയെടുക്കാൻ പറ്റുമോ? സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ 50% നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുമോ? പകുതി പണിയെടുത്താൽ മതി, ബാക്കി നിങ്ങൾ കിടന്നുറങ്ങിക്കോ, മടിയന്മാരായിക്കോ, സിനിമ കാണാൻ പോയിക്കോ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു നടക്കോ, സീരിയൽ കണ്ടോ, പകുതി പണിയെടുക്കാൻ പറ്റുമോ?
പകുതി പണിയെടുത്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 5.5 കോടിയുടെ പകുതി ഇല്ലേ? 6 കോടി കൂട്ടിക്കോ, റൗണ്ട് ഫിഗർ കൂട്ടാനുള്ള എളുപ്പത്തിന് അല്ലെ? 3 കോടി കിട്ടുമോ? ഇല്ലേ? നമുക്ക് ഇത് കൂടാണ്ട് സർപ്രൈസ് ബോണസ് ഒക്കെ ഉണ്ട് കേട്ടാ. എന്താണ് സർപ്രൈസ് ബോണസ്? റസാഖ് സാർ ഒന്ന് കേട്ടോളണം കേട്ടാ. ഷാജി റസാഖ് ഫ്രം കളമശ്ശേരി. എന്താണെന്നല്ലേ സർപ്രൈസ് ബോണസ്? നമ്മുടെ 2 ഭാഗത്തും പിക്കപ്പ് സെന്ററുകൾ പ്രൊമോട്ട് ചെയ്താൽ നമുക്ക് സർപ്രൈസ് ബോണസ് ഉണ്ട്. അതൊന്നും പറഞ്ഞില്ല കേട്ടാ, അതൊന്നും ഇതിലേക്ക് സമയമില്ല. ഒരു ഭാഗത്ത് ഒരു 50,000 രൂപയുടെ പിക്കപ്പ് സെന്റർ വന്നു, അടുത്ത ഭാഗത്ത് എപ്പോഴാണോ വരുന്നത്, ഒരു മാസം ഒരാഴ്ച എപ്പോഴും ആയിക്കോട്ടെ, അത് മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് സർപ്രൈസ് ബോണസ് കിട്ടും. 50,000 50,000ത്തിന്റെ 2 പിക്കപ്പ് സെന്റർ വരുമ്പോൾ നമുക്ക് 4,000 രൂപ കിട്ടും. 1 ലക്ഷത്തിന്റെ പിക്കപ്പ് സെന്റർ ആണ് വരികയാണെങ്കിൽ ഏകദേശം 8,000 രൂപ കിട്ടും. 2 ലക്ഷത്തിന്റെ പിക്കപ്പ് സെന്റർ വേണമെങ്കിൽ 16,000 രൂപ കിട്ടും. അത് വേറെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പിക്കപ്പ് സെന്റർ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുക. കാരണം പിക്കപ്പ് സെന്റർ കിട്ടിയാലും മാത്രം ഉണ്ടായാലും മാത്രമേ നമുക്ക് പ്രൊഡക്റ്റിന്റെ ലഭ്യത കൂടുള്ളൂ. അത് അഡീഷണൽ ആയിട്ട് വേറെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിന്റെ 50% പണിയെടുത്താൽ പോലും നിങ്ങൾക്ക് ഏകദേശം 3 കോടി രൂപ ഉണ്ടാക്കാം അല്ലെ? 25% പണിയെടുക്കുന്നെങ്കിൽ എത്രയുണ്ടാവും? 3 കോടിയുടെ പകുതി കൂട്ട് ഇല്ലേ? 1.5 കോടി ഉണ്ടാവില്ലേ? വേണ്ട, നിങ്ങൾ 10% പണിയെടുക്കും. അത്രേ പറയുന്നുള്ളൂ. 10% പണിയെടുത്താൽ പോലും നിങ്ങൾക്ക് 5.6 കോടി എന്ന് പറയുമ്പോൾ 56 ലക്ഷം രൂപ ഒരു വർഷം കൊണ്ട് കിട്ടൂലേ? കിട്ടുവോ അമ്പിളി വേണം? ഇത്ര വില കഴിഞ്ഞൊക്കെ പോട്ടെ, 1 വർഷം കഴിഞ്ഞത് 1.5 വർഷം കഴിഞ്ഞൊക്കെ കഥ അങ്ങോട്ട് പോട്ടെ. ഇന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണ്, ഞാൻ അടുത്ത വർഷം സെപ്റ്റംബർ ഈ 10-ാം തീയതി ആകുമ്പോഴേക്കും ഞാൻ 50 ലക്ഷം രൂപയെങ്കിലും ഞാൻ അച്ചീവ് ചെയ്യുന്നുള്ള ഒരു പ്രതിജ്ഞ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കണം ഈ സുപ്രഭാതത്തിൽ. നിങ്ങളോട് പ്രതിജ്ഞയാണ്. വേറെ പള്ളിയിൽ പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് ഒന്നും പ്രതിജ്ഞ എടുക്കണ്ട. നിങ്ങളുടെ മനസ്സാക്ഷിയാണ് ഏറ്റവും വലിയ ദൈവം എന്ന് പറയുന്നത് അല്ലെ? അല്ലേ? അപ്പൊ നിങ്ങളുടെ മനസ്സാക്ഷിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ. നിങ്ങളുടെ മനസ്സാക്ഷിയോട് നിങ്ങൾ പറയും, ഞാൻ ഇനി ഊണില്ലാതെ ഉറക്കില്ലാതെ വിശ്രമിക്കാതെ എന്റെ ടീമിൽ വരുന്ന ആളുകൾക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ മാത്രം നിങ്ങൾ തയ്യാറായാൽ മതി. പണം നിങ്ങളെ തേടി വരും. ഞാൻ ഇന്നലെ പറഞ്ഞ പൂമ്പാറ്റകൾ വേണമെങ്കിൽ പൂന്തോട്ടം നിർമ്മിച്ചാൽ മതി അല്ലെ? വീട്ടുമുറ്റത്ത് പൂമ്പാറ്റകൾ തനിയെ വന്നോളൂ ഇല്ലേ? അതുപോലെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ 1 വർഷം ഒന്ന് കഷ്ടപ്പെടാൻ തയ്യാറാവും എന്റെ പൊന്നു സുഹൃത്തുക്കളെ. 50 ലക്ഷത്തിൽ കുറഞ്ഞൊന്നുമില്ല. ചെറുതായിട്ട് ഒന്നും കൂടി അനങ്ങിയാൽ 20% പണിയെടുത്താൽ 1 കോടി രൂപയാവും. അത് മനസ്സിലായ? 20% നിങ്ങൾ പണിയെടുത്താലേ അത് 1 കോടി രൂപയായിട്ട് മാറും. 1 കോടി 20 ലക്ഷമൊക്കെ ആവും. 1 കോടി രൂപ നേടാൻ ഇവിടെ ഒന്നുമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ടും ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുക ടീം തമ്മിൽ. ചെറിയ എന്തെങ്കിലും അഭിപ്രായം വന്നാൽ ഞാൻ പറഞ്ഞ അങ്ങനെ, നീ പറഞ്ഞ ഇങ്ങനെ, ഞാൻ ആണോ വലിയ ആള്, നീ ആരാണ് മറ്റേ, ഇങ്ങനെ ഈ രീതിയിലേക്ക് പോകാതെ ഞാൻ പറഞ്ഞില്ലേ, ക്ഷമയാണ് വിജയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ക്ഷമിക്കുന്നവർക്ക് മാത്രമേ വിജയം ഉണ്ടാവുള്ളൂ കേട്ടോ. ആരൊക്കെ ക്ഷമിക്കാൻ തയ്യാറാവുന്നു അവർക്ക് മാത്രമേ വിജയത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കൂ. ഈഗോ ഒരിക്കലും വർക്കൗട്ട് ആകരുത്. ഈഗോനെ കുറിച്ചൊക്കെ നമ്മളെ മിനി മേഡം ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ? പലതരത്തിലുള്ള ഈഗോസ് ഉണ്ട്. ഈഗോസ് എടുത്ത് കളഞ്ഞുകൊണ്ട് ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ടീമിൽ ഉണ്ടാവും. മനുഷ്യരില്ലേ, ഒരു കുടുംബത്തിൽ ചേട്ടനും അനുജനും മക്കളും തമ്മിൽ, അച്ഛനും മക്കളും തമ്മിൽ ഇല്ലേ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് ഇല്ലേ? അവിടെ ഒന്നും അല്ല അത്. പിന്നെ പലതരത്തിൽ നിന്ന് സംസ്കാരത്തിൽ നിന്നും പല കുടുംബത്തിൽ നിന്നും വരുന്ന ആളുകൾ ചേർന്ന് നിൽക്കുമ്പോൾ പലതരത്തിലുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ മറന്ന് പുറത്തുകൊണ്ട് നമുക്ക് ഒറ്റ രക്ഷയുള്ളൂ. എന്താണ്? നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും നോക്കണം. നമ്മുടെ വണ്ടി ഹൈ സ്പീഡിൽ നിങ്ങളെ ഗോൾ പോസ്റ്റിലേക്ക് എത്തണമെന്നല്ല, ഒരു ഗോളുകൾ സെറ്റ് ചെയ്തിട്ട് ഇറങ്ങാൻ വേണ്ടി സാധിക്കണം. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കണം. 5 കോടി തന്നെ നേടാൻ പറ്റുന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. എന്തായാലും ഈ 50 ലക്ഷം ഞങ്ങൾക്ക് പോരാ സാറേ, ഞങ്ങൾ 5 കോടി മിനിമം നേടും എന്ന് പറയുന്ന ആളുകളുണ്ട്. 5 കോടി തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കണം. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്, അത്രയും മിറാക്കിൾ ആയിട്ടുള്ള റിസൾട്ട് ആണ്. നിരവധി പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകണം. ഇനിയും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന പ്രൊഡക്റ്റുകൾ. ഒരു സംശയവും വേണ്ട, ആവശ്യം ചോരാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങൾ വലിയ അച്ചീവ്മെന്റ്സ് എത്താൻ വേണ്ടി സാധിക്കും. എന്തുകൊണ്ട് നമുക്കിത് ചെയ്തോടെ? ഇപ്പോഴും ആളുകൾക്ക് ഇല്ലേ സംശയം. ഇതൊരു കരിയർ ആയിട്ട് എടുക്കണം. നിങ്ങളുടെ കുട്ടികളെ, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ സുഹൃത്തുക്കളെ, നിങ്ങളുടെ ബന്ധുക്കളെ ഇതിനകത്തേക്ക് എൻട്രി ചെയ്യിപ്പിക്കണം. ഭാവിയിലെ വരും തലമുറ, ഞാൻ പറഞ്ഞു AI വന്നു കഴിഞ്ഞാൽ ജോലി സാധ്യത ഇവിടെ കരിയർ ആയിട്ട് ഇതിനെ ബിൽഡ് ചെയ്യാൻ പറ്റും അല്ലെ? നമ്മൾ കുട്ടികളെയൊക്കെ പഠിപ്പിക്കണം, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, ചാർട്ടേഡ് ഒക്കെ ഉണ്ടാവണം എന്ന് പറയാം. ഇന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു കോളേജിൽ ചെന്ന് നോക്ക്, ഒരു +2 ചെന്ന് നോക്ക്, അവരോട് ചോദിച്ചാൽ അവർ പറയും ഡോക്ടർ ആവാൻ താല്പര്യമുള്ളവർ എത്ര പേരുണ്ടെന്ന് കൈവക്കാൻ പറഞ്ഞു. ഇന്ന് ആർക്കും ഡോക്ടർ ആവണ്ട. കാരണം അതിന് വളരെ ബുദ്ധിമുട്ടുണ്ട്, അത്രയും കമ്മിറ്റ്മെന്റ് ഉണ്ട്, സന്തോഷം ഉണ്ടാവില്ല, ലൈഫ് ഉണ്ടാവില്ല അല്ലെ? ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും പോകേണ്ടി വരും അല്ലേ? ഇന്നത്തെ കുട്ടികളെല്ലാം എൻജോയ്മെന്റ് മൂഡാണ് അവർക്ക്. അതുകൊണ്ട് ഇന്ന് ഡോക്ടർ ആവാൻ പോകുന്ന ആളുകൾ എണ്ണം കുറഞ്ഞു വരിക അല്ലെ? ഒരു എഞ്ചിനീയർ ആവണമെന്ന് പറഞ്ഞാൽ അവർക്കൊന്നും വേണ്ട. അവർ പുതിയ പുതിയ കോഴ്സുകൾ ഇന്ന് വന്നിട്ട് 4 വർഷം കൊണ്ട് 4ഉം 5ഉം കോഴ്സുകൾ പഠിക്കുന്ന ഡിഗ്രി കോഴ്സുകൾ, ഇതെല്ലാം കഴിഞ്ഞ് അവർ പറക്കാണ്. അവർ പഠിച്ചു കഴിയുമ്പോൾ തന്നെ പറയും, ഞാൻ ഇവിടെ ഓസ്ട്രേലിയയിലേക്ക് പോവാണ്, കാനഡയിലേക്ക് പോവാണ്, ന്യൂസിലൻഡിലേക്ക് പോവാണ്, UK പോവാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു സിസ്റ്റമാണ് ഇന്ന് ആളുകളുടെ മനസ്സിലുള്ളത്. നമുക്കറിയാം, എവിടെ പോയാലും
AI വന്നു കഴിഞ്ഞാൽ ഈ രംഗം മുഴുവൻ വഷളാകുകയുള്ളൂ. അതെല്ലാം പറ്റിയ ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അതുകൊണ്ട് കുട്ടികളെ ബോധവൽക്കരിക്കുക, ഭാവിയിലത്തെ ഇൻഡസ്ട്രിയാണെന്ന് ഇതൊരു കരിയർ ആയിട്ട് എടുക്കാൻ വേണ്ടി സാധിക്കുന്നു തെളിയിച്ചു കൊടുക്കണം എന്റെ പൊന്നു സുഹൃത്തുക്കളെ. ഇതൊരു കരിയർ ആയിട്ട് എടുക്കുക. ഞാൻ പറഞ്ഞ അധ്യാപകനായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു മാസം 90,000 രൂപയാണ് കിട്ടുന്നത്. എത്ര വർഷത്തെ സർവീസ് ഇല്ലേ? ഒരു IAS കാരനും ഒരു IPS കാരനും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഒരു ചാക്കറ്റഡ് അക്കൗണ്ടും ഒരു ഡോക്ടർക്കും പ്രതിമാസം കിട്ടുന്ന വരുമാനത്തിന് ഗവൺമെന്റ് ഡോക്ടർ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. മെഡിക്കൽ കോളേജിൽ ഇരുന്ന് എത്ര നല്ല എക്സ്പീരിയൻസ് ഉള്ള എത്ര നല്ല കഴിവുള്ള ഡോക്ടേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇല്ലേ? അവർക്കൊക്കെ മാസം കിട്ടുന്ന വരുമാനം എത്രയുണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? അത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ദിവസം കൊണ്ട് നേടാൻ പറ്റും ഇല്ലേ? ഒരു ദിവസം 1.5 ലക്ഷം രൂപയുടെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ഒരു മാസം നമുക്ക് 37,80,000 റീപർച്ചേസിലൂടെ നേടാൻ വേണ്ടി സാധിക്കും. എന്താ നിങ്ങൾ കണ്ണു തുറന്ന് ഈ അവസരത്തെ കാണാത്തെന്നുള്ളതാണ്. ഇതിന്റെ ഇൻകം പ്ലാനിലേക്ക് നിങ്ങൾ ഒന്ന് നോക്ക്. നിങ്ങൾ പ്രൊഡക്റ്റിൽ മാത്രം ശ്രദ്ധിച്ച് ഷുഗർ മാറും കൊളസ്ട്രോൾ മാറും എന്ന് പറഞ്ഞ് നടക്കാതെ, അത് പറയേണ്ടതല്ല പറഞ്ഞു. അതോടൊപ്പം ഇതിന്റെ ഡെപ്തിലേക്കും കൂടി ഒന്ന് നോക്കണം. ഈ ഇൻകം പ്ലാനിന്റെ ഡെപ്തിലേക്ക് നോക്കണം. അങ്ങനെ ഡെപ്തിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി 1 കോടി അടിക്കാൻ പറ്റും. ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തു. ഞാൻ ബിലീഫ് സിസ്റ്റം ബ്രേക്ക് ചെയ്ത് 10 മാസം കൊണ്ട് 1 കോടി അടിച്ചു. ഇപ്പൊ 3.5 വർഷം ആകുമ്പോൾ 3.5 കോടിയായി. ഇനിയാണ് കളി തുടങ്ങാൻ വേണ്ടി പോകുന്നത്. കാരണം ഇപ്പോഴാണ് റീപർച്ചേസ് പ്ലാൻ വന്നിരിക്കുന്നത്. മനസ്സിലായി? ഇപ്പൊ എന്റെ മനസ്സിൽ ഞാൻ കൊടുത്തൊരു ഗോൾ ഉണ്ട് മനസ്സിന്. എന്താ പറയാ, ഒരു മാസം 45 ലക്ഷം രൂപ. കാരണം 37,80,000 രൂപ റീപർച്ചേസിലൂടെ കിട്ടും അല്ലെ? 8 ലക്ഷം രൂപ 9 ലക്ഷം രൂപ നമുക്ക് മദർ പ്ലാനിലൂടെ കിട്ടും. ഇപ്പൊ 45 lakhs rupees എന്റെ സ്വപ്നം അതാണ്. 30 ദിവസത്തെ ഇൻകം എടുക്കുമ്പോ 45 lakhs ഒരു ചെക്ക് ഇല്ലേ? ഒരു 45 lakhs ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് കാണുക എന്നുള്ളതാണ് എന്റെ സ്വപ്നം. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുകയാണ്. സ്വപ്നം കണ്ടോണ്ട് വീട്ടിലിരുന്നിട്ട് ഭാര്യയോട് കഥ പറഞ്ഞതിനെ കൊണ്ട് നടക്കൂല കേട്ടോ പണി. സ്വപ്നം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ വെയിൽ കൊള്ളണം, മഴ കൊള്ളണം, പുറത്തേക്ക് ഇറങ്ങണം. നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന വിയർപ്പ് കണങ്ങളുടെ തോതനുസരിച്ചാണ്. മനസ്സിലായ? വെറുതെ വിജയിക്കാൻ പറ്റില്ല. വിജയിച്ചവരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്ക്. നിങ്ങൾ വിജയിക്കാൻ പറ്റില്ല. നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന വിയർപ്പ് കണങ്ങളുടെ തോതനുസരിച്ചാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. പക്ഷെ ഡയറക്ട് സെല്ലിംഗിൽ കുറെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? സ്മാർട്ട് വർക്ക് ഉണ്ട്. സ്മാർട്ട് വർക്ക് ചെയ്യണമെങ്കിലും പണിയെടുക്കണം ഇല്ലേ? ഹാർഡ് വർക്കിനേക്കാൾ സ്മാർട്ട് വർക്ക് ഉണ്ട്. നല്ല ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ട് നല്ല സ്മാർട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുമെങ്കിൽ ഒരു സംശയവും വേണ്ട, വലിയൊരു അച്ചീവ്മെന്റ്സിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നില്ല. ഇവിടെ ഡയറക്ട് സെല്ലിംഗിന്റെ പ്രത്യേകത എന്താണ്? മറ്റുള്ളവരെ വിജയിപ്പിച്ചുകൊണ്ടേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ മനോഹാരിത എന്ന് പറയുന്നത്. ഇവിടെയാണ് യഥാർത്ഥ സോഷ്യലിസം നടപ്പിലാക്കുന്നത്. വേറെ ഒരു ബിസിനസ്സുകാരനും ഇല്ലേ? നമ്മുടെ ചേർത്തലക്കാരൻ അല്ലെ, ഫ്രഷ് ടു ഹോം ഇല്ലേ, മത്സ്യ കച്ചവടക്കാരൻ, അഭിമാനമാണ്. അദ്ദേഹത്തിന്റെ പേര് തോമസ് എന്നാണെന്ന് എനിക്ക് തോന്നുന്നു ഇല്ലേ? ഫ്രഷ് ടു ഹോം എന്ന് പറഞ്ഞ മത്സ്യ കച്ചവടം, മീൻ കച്ചവടം ചെയ്തിട്ട് കോടാനുകോടി രൂപ ഉണ്ടാക്കിയ വ്യക്തിയാണ്. ചിന്തിക്കാൻ പറ്റും നമുക്ക്? മീൻ സാധാരണ നമ്മൾ വിചാരിക്കും എന്താ, മീൻ വാങ്ങണമെങ്കിൽ മീൻ കടയിൽ പോകും, അല്ലെങ്കിൽ വീട്ടിൽ മീൻ കൊണ്ടുവന്നാൽ നമ്മൾ തൊട്ട് നോക്കണം ഇല്ലേ? ഇത് നല്ലതാണോ, പഴയ മീനാണോ, ചീത്ത മീനാണോ നോക്കി. ഇത് വേണ്ട കേട്ടോ, ഇത് പഴയ ഇന്നലത്തെ മീൻ, ഇത് വേണ്ട ഇല്ലേ? ഫ്രഷ് മീൻ വാങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഓൺലൈനിലൂടെ മീൻ കച്ചവടം നടത്തി. ചിന്തിച്ചു നോക്കണം. അദ്ദേഹത്തിന്റെ ആ മെന്റൽ പവറാണത് അല്ലേ? ഓൺലൈനിലൂടെ മീൻ കച്ചവടം നടത്തിയിട്ട് ഇന്ന് ലോകത്തെ മുഴുവൻ രാജ്യങ്ങളിലും മീൻ വിതരണം ചെയ്ത് എത്ര കോടിക്കണക്കിന് രൂപയുടെ വരുമാനം നേടിയ വ്യക്തിയാണ് നമ്മുടെ അഭിമാനിക്കാൻ മലയാളിയായ ചേർത്തലക്കാരൻ ഫ്രഷ് ടു ഹോം എന്നുള്ള നിലയിൽ തോമസ് സാറ് ഇല്ലേ? ഒരു ബിസിനസ് ഓണറുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം നിങ്ങളെയൊക്കെ എന്റെ പൊന്നു സുഹൃത്തുക്കളെ. ഒരു എന്റർപ്രണറുടെ മൈൻഡ് സെറ്റ് ഉണ്ടാകണം. അപ്പൊ നമ്മുടെ കൂടെ വന്ന ആളുകൾക്ക് ഒരു ബിസിനസ് മൈൻഡ് നിങ്ങൾക്ക് വളർത്തി കൊടുക്കാൻ വേണ്ടി സാധിക്കുവാണെങ്കിൽ നിങ്ങൾ അറിയാതെ നിങ്ങൾ എന്താ പറയാ, ഒരു ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് അങ്ങ് പോകും, തനിയെ അങ്ങോട്ട് പോകും. മനസ്സിലായില്ലേ? കൂടെ വന്ന ആളുകൾക്ക് ബിസിനസ് അവരത്തെ കുറിച്ച് അവരുടെ മൈൻഡിൽ നിങ്ങൾ ഒരു ബിസിനസ്സുകാരനായിട്ട് മാറി. ഇദ്ദേഹത്തെ കണ്ടുപിടിക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ അജ്മിയുടെ ഓണറെ കണ്ടുപിടിക്കുക. ചെറിയൊരു കടമുറിയിൽ നിന്ന് അല്ലെ, ഭാര്യയും ഭർത്താവും പലചരക്ക് സാധനങ്ങൾ വിറ്റുകൊണ്ടിരുന്ന കടമുറിയിൽ നിന്നാണ് അദ്ദേഹം എന്താ പുട്ടുപൊടി ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചത് അല്ലെ? അങ്ങനെ പുട്ടുപൊടി ഉണ്ടാക്കി പാക്കറ്റിൽ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞിട്ട് അവിടെയുള്ള ഈരാറ്റുപേട്ട പോലുള്ള പ്രദേശങ്ങളിലെ കടകളിലും വീടുകളിലെ ആളുകൾക്ക് കൊടുത്തപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ടപ്പോ ചെറിയ അതിന്റെ പാക്കേജ് ഒന്നും കൂടി മാറ്റി ഇല്ലേ? അന്ന് ഇന്ന് അദ്ദേഹം അറിയപ്പെടുന്ന ലോകത്തിന്റെ ഓണറായി മാറി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കണക്ക് 50,000 സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് 2.5 ഏക്കർ സ്ഥലത്ത് പണിതിരിക്കുന്നത്. 3 മക്കൾക്ക് ഓരോ ആൾക്കും 15,000 സ്ക്വയർ ഫീറ്റിന്റെ വീട് അല്ലേ? അത് അറബി മോഡൽ വീടാണ് പണിതിരിക്കുന്നത്. അറബി ലോകത്തെ മോഡലുള്ള വീട് പണിതിരിക്കുന്നു അവിടെ. കണ്ടില്ലേ നിങ്ങൾ അതിന്റെ വീഡിയോസ്? വെറും കുടിൽ നിന്ന് വന്ന ആളുകളാ. അതാണ് പവർ എന്ന് പറയുന്നത്. ചിന്തയാണ് നമ്മളെ മാറ്റിമറിക്കുന്നത്. ചിന്തയാണ് മാറ്റിമറിക്കുന്നത്. നിങ്ങൾ നല്ല ചിന്തയും നല്ല പ്രവർത്തന ശേഷിയും നല്ല പ്ലാനുള്ള ആളുടെ കൂടെ വേണം നിങ്ങൾ സംസാരിക്കാനും സംവദിക്കാനും കൂടിച്ചേരാനും വേണ്ടിയിട്ട്. നിങ്ങളുടെ സുഹൃത്തുക്കൾ 5 പേര് എങ്ങനെയുള്ളവരാണ്, അതായിരിക്കും നിങ്ങളുടെ സ്വഭാവത്തിന്റെ മാറ്റം. നിങ്ങൾ
ഒന്നിനും പറ്റൂല, അത് നടക്കൂല, അത് നടക്കില്ല, നമുക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന 5 പേരാണ് നിങ്ങളെ സുഹൃത്തുക്കളെങ്കിൽ നിങ്ങൾക്കൊന്നും നടക്കൂല, ഒന്നും പറ്റൂല, ഒന്നും സാധിക്കൂല. എല്ലാം നേടിയെടുക്കണം എന്ന് പറഞ്ഞ ആവേശത്തോടെ നടക്കുന്ന 5 സുഹൃത്തുക്കളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ എന്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങളും വിജയിയായിട്ട് മാറും. അതുകൊണ്ട് കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകളെ ചേർത്ത് പിടിക്കുക. മറ്റുള്ളവരോട് ഗുഡ് ബൈ പറയും. എനിക്കിപ്പോ സമയമില്ല, ഇച്ചി തിരക്കിലാണ്, നീ എന്റെ സുഹൃത്തൊക്കെ തന്നെ, ഇപ്പൊ സമയമില്ല, നമുക്ക് പിന്നീട് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഗുഡ് ബൈ പറഞ്ഞിട്ട് മാറാൻ സാധിക്കണം. നോ പറയേണ്ടടുത്ത് തന്റെ ഇടത്തോടു കൂടി നോ പറയാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കണം. നോ 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 എന്നുള്ള വാക്കുകളാണ് നമ്മളെ സക്സസിലേക്ക് എത്തിക്കുള്ളൂ. ആളുകൾ നോ എന്ന് പറയുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ആവേശത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കണം. പ്രത്യേകിച്ച് ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ നോ പറയേണ്ടത് പറയാനും നോ കേൾക്കാനും തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വലിയ അച്ചീവ്മെന്റ്സിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. നമ്മുടെ തീരുമാനങ്ങളാണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നത്. ഒരു സംശയം വേണ്ട, ധൈര്യമായിട്ട് ഏറ്റെടുക്കാം. അല്ലെ, അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന് ഡയറക്ട് സെല്ലിംഗ് കമ്പനി നടത്താൻ വേണ്ടി സാധിക്കുമെങ്കിൽ, അദ്ദേഹത്തിന് നിരവധി ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുണ്ട്, 2 3 ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന് ഡയറക്ട് സെല്ലിംഗ് കമ്പനി നടത്താൻ പറ്റുമെങ്കിൽ നമ്മളെ പോലുള്ള സാധാരണക്കാരന് എന്തുകൊണ്ട് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ ഒരു ബിസിനസ് ഓണറായിട്ട് വർക്ക് ചെയ്തുകൂടാ നിങ്ങൾ തീരുമാനിക്കുക. എന്തുകൊണ്ട് ഇത് ബിസിനസ് ആയിട്ട് നിങ്ങൾക്ക് ഏറ്റെടുത്തുകൂടാ എന്ന് നിങ്ങൾ ചിന്തിക്കണം. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, കാലം മാറിയിരിക്കുന്നു. ഇനിയും നമ്മൾ മാറിയില്ലെങ്കിൽ വീണ്ടും നമ്മുടെ സ്ഥിതി അധോഗതിയിലേക്ക് മാറുകയുള്ളൂ. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ മാറാൻ തയ്യാറാകുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്ന ആളുകൾ ഇന്ന് സുരക്ഷിതരാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കാലശേഷവും നമ്മൾ സുരക്ഷിതരാണ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയാം. എത്രയോ ആളുകൾ ഇല്ലേ, അഭിലാഷ് തോമസ് വയനാടിന്റെ ഗ്രാമപ്രദേശങ്ങളിൽ കൂലിപ്പണി എടുത്ത് വളർത്തിയ അച്ഛനും അമ്മമാരും അവരെ ഇന്ന് അദ്ദേഹം ഈ ഇൻഡസ്ട്രിയിലെ കുലപതിയായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ഷംസുദ്ദീൻ സാർ മരണപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് ഇന്നും പാസീവ് ഇൻകം കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ. അതുപോലെ അശോകൻ സാർ ഇല്ലേ, തൃശ്ശൂരുള്ള അശോകൻ സാറിന്റെ കുടുംബത്തിലേക്ക് ഇന്നും ലക്ഷക്കണക്കിന് രൂപ പാസീവ് ഇൻകം ആയിട്ട് ആ കുടുംബത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രത്യേകത. ഇന്നലെ എനിക്കൊരു വീഡിയോ കേൾക്കാൻ ഞാൻ സാധിച്ചു. നമ്മുടെ മോഹൻ സാർ പാലക്കാടിലെ, അദ്ദേഹം വെറും കൂലിപ്പണിക്കാരൻ, അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയിൽ, കൂലിപ്പണിക്കാരന്റെ മകനായിട്ട് ജനിച്ച് എന്റെ അമ്മ എവിടെയൊക്കെയൊക്കെ കൂലിപ്പണിക്ക് പോയിട്ടുണ്ടോ ആ കൂലിപ്പണിക്ക് പോയ പാടങ്ങളും ആ പ്രദേശങ്ങളും മുഴുവൻ ഇന്ന് വില കൊടുത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ ഇന്നലെ കണ്ടതാ. മനസ്സിലായ, അമ്മ കൂലിപ്പണിക്കാരായിരുന്നു. കൂലിപ്പണിക്ക് പോയ ഏതെല്ലാം പാടത്ത് പോയി പണിയെടുത്തിട്ടുണ്ടോ ആ പാടം മുഴുവൻ ഇന്ന് അദ്ദേഹം വാങ്ങിച്ചിരിക്കുന്നു. മോഹൻ സാറ് അല്ലെ, പലർക്കും അറിയാം അദ്ദേഹത്തിനെ കുറിച്ചിട്ട്. എവിടെയൊക്കെ പണിയെടുത്തിട്ടുണ്ട് ആ പ്രദേശം മുഴുവൻ ഇന്ന് അദ്ദേഹം വാങ്ങിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അച്ഛൻ തമിഴ്നാട്ടിൽ എവിടെയോ ആ പ്രദേശം മുഴുവൻ വാങ്ങിച്ചിരിക്കുന്നു. ഇദ്ദേഹം അമ്മാവന്റെ കടയിൽ ജോലി ചെയ്തിരുന്നു തമിഴ്നാട്ടില് ചെറുപ്പത്തില്. അദ്ദേഹം ചായക്കട നടത്തിയിരിക്കുകയായിരുന്നു അവിടെ. ആ പ്രദേശം മുഴുവൻ ഇന്ന് അദ്ദേഹം വാങ്ങിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെ വാങ്ങാൻ സാധിക്കും എന്റെ പൊന്നു സുഹൃത്തുക്കളെ? ഡയറക്ട് സെല്ലിങ്ങിലൂടെ അല്ലാതെ വേറെ എന്ത് പ്രൊജക്റ്റിലൂടെ, എന്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇവിടെ സാധാരണക്കാരനെ വിജയിക്കാൻ വേണ്ടിയിട്ട്? അതുകൊണ്ട് ഇത് തിരിച്ചറിയാം. നിങ്ങൾക്ക് വലിയ സ്വപ്നങ്ങൾ ഉണ്ടാകണം. അത് നേടിയെടുക്കാനുള്ള ഇൻഡസ്ട്രിയാണിത്. അതിന് കൂട്ടായ്മയോട് കൂടിയിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ടീം നിങ്ങളുടെ കൂടെ ഉണ്ടാവും, ഒരു സംശയം വേണ്ട. അതിനുള്ള ഒരു ലീഡർഷിപ്പ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇതാരും ഒറ്റക്കല്ല, ഞാൻ വീണ്ടും പറഞ്ഞെടുക്കുന്നതിന് തുടങ്ങുകയാണ്. ഇത് ഒറ്റക്കല്ല, ഇത് നമ്മൾ ഒന്നിച്ചു ചേർന്ന് മുന്നോട്ടോടെ ആവേശത്തോടെ പോവുകയാണെങ്കിൽ എത്ര വലിയ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും അല്ലെ. വർഷങ്ങൾക്ക് മുമ്പ് ചന്ദ്രനിൽ ഇറങ്ങാന്ന് പറഞ്ഞാൽ നമുക്കത് അല്ലെ നടക്കുവോ? ചന്ദ്രനിൽ മനുഷ്യൻ ഇറങ്ങുക നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് ലോകം വിധി എഴുതിയതാണ് അല്ലെ. അവിടെയാണ് ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തിയത്. നീൽ ആംസ്ട്രോങ് കാലുകുത്തിയപ്പോ ചരിത്രം വഴിമാറി എന്റെ പൊന്നു സുഹൃത്തുക്കളെ. എവറസ്റ്റിന്റെ മുകളിൽ, ഇത്രയും വലിയ പർവ്വതത്തിന്റെ മുകളിൽ കയറാൻ പറ്റുമെന്ന് ചിന്തിച്ച ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഹിലാരിയും ടെൻസിങ്ങും കാലുകുത്തിയപ്പോ ചരിത്രം വഴിമാറി എന്റെ പൊന്നു സുഹൃത്തുക്കളെ ഇല്ലേ. അതുപോലെ ചരിത്രത്തെ വഴിമാറാൻ സാധിക്കണം. ഷാജി റസാഖ്, അദ്ദേഹത്തിന് എന്ത് പറ്റും? അദ്ദേഹം ചുമ്മാ എന്ന് പറയുന്ന ആളുടെ മുമ്പിലുണ്ടല്ലോ കോടാനുകോടി രൂപ വാങ്ങിച്ചിട്ടുണ്ട്. അത്ഭുതം സൃഷ്ടിക്കുന്ന മഹാപ്രതിഭയായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കണം. ഇങ്ങനെയുള്ള ഉറച്ച തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി സാധിക്കണം. നമ്മളെ ബ്രെയിനാണ് നമ്മളെ തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത്. ആ ബ്രെയിനിന് ഊർജ്ജം കൊടുക്കുന്ന രീതിയിൽ, അതിനെ സ്റ്റിമുലേറ്റ് രീതിയിലുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വേറെ ലെവലിലേക്കാണ് നമ്മൾ ഇതിന് ടീമിനെ കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത്. അതിന്റെ ഒരു ന്യൂറോ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രെയിനിങ് സെക്ഷൻ ഈ ശനിയാഴ്ച മറ്റന്നാൾ കോഴിക്കോട് നടക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു വഴിയുണ്ട് എല്ലാവർക്കും വരാൻ വേണ്ടിയിട്ട് അല്ലെ. എന്റെ വീട്ടിലേക്കുള്ള വഴിയല്ല റസാഖ് സാറിന്റെ വീട്ടിലേക്കുള്ള വഴി. ഓരോ വീടുകളിലേക്ക് ഓരോ വഴിയുണ്ട്. ഈ വഴിയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമാണ് നമുക്ക് അവിടെ എത്താൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോ നമ്മുടെ ന്യൂറോ പാത്വേ ഇല്ലേ, നിങ്ങളുടെ ബ്രെയിനിന്റെ പാത്വേ കറക്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് സക്സസിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഇപ്പൊ ന്യൂറോ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ക്ലാസ്, ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് കണ്ണൂർ വെച്ച് നടക്കുന്നത്. കണ്ണൂരാണ്. ഈ ശനിയാഴ്ചയാണ് പ്രോഗ്രാം. മറ്റന്നാൾ, ഇന്ന് വ്യാഴാഴ്ച വെള്ളി, ഒരു ദിവസം മാത്രമേ ഉള്ളൂ. അവിടെ ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ സീറ്റ് കിട്ടുള്ളൂ. ഒരു സംശയം വേണ്ട. വെറും 350 രൂപയാണ് അതിന്റെ എൻട്രി. 349 രൂപയാണ് എൻട്രി ഫീസ് വെച്ചിരിക്കുന്നത്. 1000 രൂപ വെച്ചാലും അതിന് കുഴപ്പമില്ല. പക്ഷെ നമ്മളെല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ വെറും 350 രൂപ. ഇന്ന് തന്നെ നിങ്ങളുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം, സീറ്റ് ബുക്ക് ചെയ്യുക.
എല്ലാവരും അവിടെ എത്തുക, വിജയിക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകൾ. അപ്പൊ ന്യൂറോ പാത്വേ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ നമ്മുടെ ബ്രെയിനിനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബ്രെയിൻ വിചാരിച്ചാലേ പണിയെല്ലാം നടക്കുള്ളൂ. മനസ്സ് ശരിയാവണം, ബുദ്ധി ശരിയാവണം, അത് ബ്രെയിൻ ഏറ്റെടുക്കണം. അതിലുള്ള വഴികൾ ബ്രെയിൻ ന്യൂറോ പാത്വേ സൃഷ്ടിച്ചുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് സക്സസിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്ന രീതിയിലുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആയിരിക്കും. അത്ഭുതം സൃഷ്ടിക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആയിരിക്കും. ഇതിലെല്ലാവരും പങ്കെടുക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ആത്മാർത്ഥമായിട്ട് ഇത് ഏറ്റെടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഒരു സംശയം വേണ്ട, ഇതിന്റെ പ്ലാൻ നിങ്ങൾ ഹൃദയത്തിൽ ഏറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സമൂഹത്തിൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും വലിയ അച്ചീവേഴ്സ് ആയിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നേരം എന്നെ ശ്രമിച്ചതിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വിജയാശംസകളോടെ നിർത്തട്ടെ. ഒന്നേ പറയാനുള്ളൂ, സീമോർ പീപ്പിൾ കൂടുതൽ ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും കാണാനും അവരെ എല്ലാം ഈ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. ഇനി പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അപ്ലൈൻ ലീഡേഴ്സുമായിട്ട് സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ സുപ്രഭാതത്തിൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ വേണ്ടി സാധിക്കണം. അടുത്ത ഒരു വർഷം കൊണ്ട് ഞാൻ ഇന്ന ഒരു പൊസിഷനിലേക്ക് എത്തും എന്നുള്ള ഒരു ഉറച്ച തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി സാധിക്കണം. ആ തീരുമാനങ്ങളാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുക. അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാകുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂട്ടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ഈബാട്ടോറിയം.